سبحان الله الحمد لله الله أكبر سبحان الله الحمد لله الله أكبر أشهد أن لا إله إلا الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم. وقبل هجرة النبي الإسراء من مكة ليلا لقدس يودرا. بعد إسراء عروج للسماء حتى رأى النبي ربا كلما من غير كيف وانحسار وافترض عليه خمسا بعد 50 فرض. وقبل هجرة النبي الإسراء من مكة ليلا لقدس يودرا. അപ്പം നമ്മൾ പരിശുദ്ധ ഹദീസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് ഇരിക്കുന്ന സമയമാണ്. അതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട SNK തങ്ങളുടെ മാതാവ് വഫാത്തായവർ ഇന്നലെ മുതലേ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി അവരുടെ ഖബറൊക്കെ പരിശുദ്ധ ഖുർആൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമാക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മാതാപിതാക്കളെയും നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാരെയൊക്കെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി കണ്ട് സന്തോഷിക്കാനും മഹാന്മാരോടൊക്കെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് അവരോടൊക്കെ സന്ധിക്കാനുള്ളതായ ഒരു തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ സഹോദരന്മാർ, നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. കുറഞ്ഞ സമയം നമുക്ക് അല്പം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. ഇന്നത്തെ വിഷയം ഇസ്റാ മിഅ്റാജ് വലിയ സംഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് വലിയ വിഷയമായതുകൊണ്ട് തന്നെ നമുക്കതിനെ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. നാം അത് മൊത്തമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പരാമർശിക്കുക എന്നുള്ളത് ഉദ്ദേശമല്ല. മൊത്തത്തിൽ ചെറിയൊരു വിവരണം നൽകുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മിഅ്റാജ് എന്നത് എന്താണ് എന്നും ഇസ്റാ എന്നത് എന്താണ് എന്നും എന്നാണത് സംഭവിച്ചത് എന്നും എന്തിനാണത് സംഭവിച്ചത് എന്നും ഏത് സമയത്താണത് സംഭവിച്ചത് എന്നും ഏത് വസ്തുവിന്മേലാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നും
തുടങ്ങിയ ചെറിയ ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇസ്രാ, അതാണ് നമ്മുടെ ഇവിടെ കണ്ടില്ലേ, വഖബില. ആദ്യമായിട്ട് നമുക്ക് ബൈത്തിൻ്റെ അർത്ഥം എന്ന് വെക്കാം. വഖബില ഹിജ്റത്തിൻ നബിയിൽ ഇസ്റാ മിൻ മക്കത്തിൻ ലൈലൻ ലിഖുദ്സി യുദ്റാ. വഖബില ഹിജ്റത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റന്റെ മുമ്പായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയല്ലോ, അതിൻ്റെ മുമ്പായിട്ട് അൽ ഇസ്റാ, ഇസ്റാ സ്ഥിരപ്പെട്ടത്, ഇസ്റാ ഉണ്ടായത് എന്നർത്ഥം. അപ്പോൾ അൽ ഇസ്റാവ് നമ്മളിപ്പോൾ നഹ്വ് പരമായിട്ട് അർത്ഥം വെക്കുകയാണെങ്കിൽ അൽ ഇസ്റാവു സാബിത്തുൻ ഖബില ഹിജ്റത്തിൻ നബി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പാണ് ഇസ്റാ എന്ന് പറയുന്ന മഹാസംഭവം ഉണ്ടായത്. അതെവിടെ വെച്ചുകൊണ്ട്? മിൻ മക്കത്ത അല്ലെങ്കിൽ മിൻ മക്കത്തിൻ, മക്കയിൽ വെച്ചുകൊണ്ട്, ലൈലൻ രാത്രിയുടെ ചില കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലായിട്ട്. എവിടേക്ക്? ലി ഖുദ്സിൻ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഉള്ള ഒരു നിശാപ്രയാണം. അതാണ് ഇസ്റാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുക എന്നുള്ള. അസ്റ രാത്രി സഞ്ചരിച്ചു, അസ്റാ യുസ്രി ഇസ്റാ. അപ്പോൾ രാത്രി സഞ്ചരിക്കൽ എന്നാണ് ഇതിൻ്റെ ഇസ്റായിൻ്റെ അർത്ഥം. സറ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ലേലൻ എന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്ത്, രാത്രിയുടെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലായിട്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ലി ഖുദ്സിൻ്റെ എവിടേക്കുള്ളതാണ് തിരിച്ചു വന്നിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് ഉടനെ അങ്ങോട്ട് തിരിച്ചു വന്നു എന്നുള്ളതല്ല. ബലപ്പെട്ട അഭിപ്രായ പ്രകാരം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. രണ്ടാമത്തെ ബൈത്ത് പറയുന്നുണ്ട് മെഹ്റാജും കൂടി പോയി. അപ്പം ഇസ്റാ എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അല്ല, മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കാണ് ഇസ്റാ എന്ന പേര് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അതേ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1-ാം ആകാശം, 2-ാം ആകാശം, 3, 4, 5, 6, 7 ആകാശ സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് അർശിൻ്റെ തായ്ഭാഗം വരെ എത്തി അള്ളാഹുമായിട്ട് സംസാരിച്ചു. നിസ്കാരമെല്ലാം ഫറളായ പിന്നെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു വരുന്ന ആ സംഭവത്തിനാണ്, ആ പോക്കിനാണ് എന്തെന്ന് പറയുന്നത്? മിഅ്റാജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ലി ഖുദ്സിൻ, ഖുദ്സിലേക്ക് യുദ്റ അറിയപ്പെടുന്നതായ, യുദ്റ എന്നുള്ളത് ഇവിടെ ബെയ്ത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൊടുത്തതാണ്, പ്രത്യേകിച്ചൊരർത്ഥം അതിനില്ല. അപ്പോൾ ലി ഖുദ്സിൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യുദ്റ അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അടുത്ത ബൈത്ത് അപ്പോൾ ആ ബൈത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ആ ബൈത്തിൻ്റെ അർത്ഥം തിരിയായില്ലല്ലോ. ആ ബൈത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് വബാദ ഇസ്റാഇൻ ഉറൂജുൻ ലിസ്സമാ ഹത്താറ അന്നബിയു റബ്ബൻ കല്ലമാ. വബാദ ഇസ്റാഇൻ്റെ ശേഷം ഉറൂജുൻ അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി. ഉറൂജാണ്, ഉറൂജ് എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് നേരർത്ഥം, ഭാഷാർത്ഥം. അറജ കയറി, ഉറൂജ് കയറുക. ലിസമാ വാനലോകത്തേക്കുള്ള കയറ്റമാണ് പിന്നീട് ഇസ്റാഇൻ്റെ ശേഷം ഉണ്ടായത്. അങ്ങനെ കയറി ഹത്താർ അൻ നബിയു റബ്ബൻ, അള്ളാഹുവിനെ കാണുകയും കല്ലമ സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്ത്. അള്ളാഹുവിനെ കണ്ട് എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ പറയുന്നത്. അതല്ലാട്ടെ, കണ്ടു എന്ന് മാത്രമല്ല കല്ലമ സംസാരിക്കുകയും ചെയ്ത്. എങ്ങനെ കണ്ടു സംസാരിച്ചു? മിൻ ഗൈരി കൈഫിൻ, ഏതില്ലാതെ, പ്രത്യേകമായ രൂപമൊന്നുമില്ലാതെ. അള്ളാഹു തആലനെ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപമുണ്ട്, അങ്ങനെ രൂപമല്ല. ആ സംസാരത്തിനും ആ കാഴ്ചക്കും പ്രത്യേകമായ രൂപമൊന്നുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിക്ക് നൽകിയതായ സംസാരം കേൾക്കാൻ ചെവിക്കുള്ള മറ അള്ളാഹു നീക്കി. അള്ളാഹുവിനെ ദർശിക്കാൻ കണ്ണുണ്ടായിരുന്ന മറകൾ അള്ളാഹു നീക്കി. അപ്പോൾ നമ്മുടെ കണ്ണിനാണ് മറ, അള്ളാഹു തആലക്കൊരു മറയൊന്നുമില്ല.
അങ്ങനെ മറക്കപ്പെടുന്ന ഒരു വസ്തു എന്ന രീതിയിലുള്ള വസ്തുവല്ല അല്ലാഹു തആല. മറകളും ദൂരങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് കാണാം. അമൻ മിൻ ഗൈരി കൈഫിൻ വൻഹിസാരിൻ, പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപവുമില്ല. വൻഹിസാരിൻ, ഇൻഹിസാർ ഇന്നതിൽ ഇവിടെ ഒതുങ്ങുക എന്നുള്ളത്, ഇന്ന സ്ഥലത്ത് ഒതുങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വേണം? ഒരു കൈഫ് വേണം, ഒരു രൂപം വേണം. മേൽഭാഗമാണോ താഴ്ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത്, വലത് ഭാഗത്ത്, മുമ്പിൽ, പിമ്പിൽ, ഇങ്ങനെ 6 ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിനെ കാണാനും ഉള്ള അങ്ങനെ ഒരു കൈഫിൻ്റെ ആവശ്യമില്ല. കാരണം അവനെന്തല്ല, അവൻ നമ്മളെപ്പോലുള്ള ഒരു ജിസ്മ്, ഒരു തടിയല്ല എന്നതുകൊണ്ട് തന്നെ. അവന് സത്തയുണ്ട് എന്നുള്ളത് ശരി, പക്ഷെ അവന് നമ്മളെപ്പോലെ ഒരു തടിയല്ല. ആ തടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് പ്രത്യേക കൈഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൈഫ്, ഒരു രൂപം അല്ലാഹു തആലാക്ക് ഇല്ല. കാരണം കൈഫില്ലാത്ത എന്തുകൊണ്ട്? അവൻ ജിസ്മ്, അവൻ തടി അല്ലാത്തത് കൊണ്ട്. വൻഹിസാരിൻ, ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തിൽ, മുൻഹസിർ, ഒരു മക്കാനിൽ അവൻ ഒതുങ്ങൽ കൂടാതെയും. പിന്നെ വഫ്തുരിൽ അലൈ ഖംസൻ ബാദ ഖംസീന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 50 ശേഷം, 50 ആദ്യം നിർബന്ധമാക്കിയതിന് ശേഷം പിന്നെ 5 ഇത് 50 ചുരുക്കി 5 അവർ ഫർളാക്കുകയും ചെയ്തു. 5 ഫർളാക്കുകയും ചെയ്തു. പിന്നെ ബാദ ഖംസീന ഫുരിദ്. അപ്പോൾ നമ്മളിനി നോക്കും, വബല്ലഗൽ ഉമ്മാത ബിൽ ഇസ്റായി, അതും കൂടി അർത്ഥം വെച്ചാൽ പോകുന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. വബല്ലഗൽ ഉമ്മാത ബിൽ ഇസ്റായി, അങ്ങനല്ലേ? വബല്ലഗൽ ഉമ്മാത ബിൽ ഇസ്റായി വഫർളി ഖംസത്തിൻ ബിലംതിറായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബിൽ ഇസ്റായി. എന്തുകൊണ്ട്? ഈ ഇസ്റാ നടന്ന സംഭവം, ഇസ്റാ മിറാജിന്റെയും വിവരണങ്ങൾ, വൃത്താന്തം അള്ളാഹുവിന്റെ റസൂല് ഉമ്മത്തുകൾക്ക് അറിയിച്ചു കൊടുത്തു. പിന്നെ ഏതുകൊണ്ടും വഫർളി ഖംസത്തിൻ, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതും ബിലംതിറായി, യാതൊരു സംശയമില്ലാതെ. പറഞ്ഞാൽ എന്താവും? ഞാനിപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളൊരു 3-4 മണിക്കൂറിനുള്ളിലാണല്ലോ പോയത്. 3-4 മണിക്കൂറിനുള്ളിൽ ഞാൻ രാത്രി പോയിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയതെന്ന് അഭിപ്രായമുണ്ട്, 3-4 മണിക്കൂറിനുള്ളിലായിട്ട് ഞാൻ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് പോയി എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളും അതുപോലെ തന്നെ സിദ്റത്തുൽ മുന്തഹായും അവിടുന്ന് അർശിൻ്റെ തായ്ഭാഗം വരെ പോയി അള്ളാഹുമെ കണ്ട് സംസാരിച്ചു തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ എന്നെ കളിയാക്കൂലേ, കൈകൊട്ടി ചിരിക്കൂലേ, പരിഹസിക്കൂലേ എന്നുള്ള അങ്ങനെ ഒരു ഒരു സംശയങ്ങളും കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിട്ടില്ല. പറയേണ്ടത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അവർ അറിയേണ്ടതും അവർ വിശ്വസിക്കേണ്ടതുമായ കാര്യമായതുകൊണ്ട് അവർക്ക് ആ വിഷയം അറിയിച്ചു കൊടുത്തു. അതാണ് വഫർളി ഖംസത്തിൻ ബിലംതിറായി, യാതൊരു സംശയമില്ലാതെ. എനിക്കൊരു ശങ്ക, എന്നെ അവർ കളവാക്കുമോ എന്നുള്ള ഒന്നും കൂടാതെ തന്നെ 5 വരെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ടെന്നും ഇസ്രായേലിന്റെ സംഭവങ്ങളൊക്കെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ ഖദ് ഫാസ സിദ്ദീഖുൻ, അതും കൂടി നോക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് വെയ്ത്ത് വിഷയം കഴിഞ്ഞ് ലാസ്റ്റ് ബെയ്ത്താണ്, ഏകദേശം ലാസ്റ്റ് ബെയ്ത്താണ്, വിഷയത്തിൽ നിന്ന് ഉള്ള അവസാനത്തെ ബെയ്ത്താണിത്. ഖദ് ഫാസ സിദ്ദീഖുൻ ബിതസ്ദീഖിൻ ലഹു വബിൽഉറൂജി الصدق وافى أهله وقد فاز صديق بتصديق له وبالعروج الصدق وافى أهله وقد فاز صديق بتصديق له. ഇത് കേട്ട ഉടനെ തന്നെ ഇസ്രാ മിറാജും സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനിക്ക് അറിയിച്ചു കൊടുത്ത സംഭവം കേട്ട മാത്രയിൽ ആര് വിശ്വസിച്ചിരിക്കുന്നു? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം വിജയിച്ചവനായി. വഖദ് ഫാസ സിദ്ദീഖുൽ അക്ബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിജയിച്ചിരിക്കുന്നു. ബിതസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി, ആ ഇസ്രായിനെയും മിറാജിനെയും അംഗീകരിച്ചുകൊണ്ട്. ഞാൻ നബി അത് പറഞ്ഞോ? അബൂജഹലാണല്ലോ പറഞ്ഞത്. അബൂജഹലാണ്
കാരണം പിന്നെ സിദ്ദീഖുർ അടുത്ത് പോകുന്ന ഈ വിഷയം പറഞ്ഞത്, മുഹമ്മദ് എന്നാൽ രാത്രി പല സ്ഥലത്തൊക്കെ പോയി അപ്പം തന്നെ രാത്രി തന്നെ തിരിച്ചെത്തി, ബൈത്തുൽ മുഖദ്ദസ് പോയാലേ, അവിടെ നിന്ന് അങ്ങോട്ട് ഏൻ ആകാശത്ത് പോയാലേ, ഇതിപ്പോൾ ഏതായാലും ആരും വിശ്വസിക്കൂല എന്ന് കണ്ടിട്ടാണ് മൂപ്പൻ പറഞ്ഞത്. ഇതിപ്പോൾ വേറെയൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ വിശ്വസിക്കാനൊക്കെ ആയുണ്ട്, ഇതിപ്പോൾ ആരും വിശ്വസിക്കുമോ? ഇവിടെ നിന്ന് അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇപ്പം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു മാസത്തിലേറെ വൈദൂരമുള്ളതായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി രാത്രി തന്നെ തിരിച്ചെത്തിയോല്ലേ. അവിടെ നിന്ന് മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ടും പോയി ആകാശങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത് കേട്ടാൽ ഏത് അനുയായികളും അദ്ദേഹത്തെ തള്ളിപ്പറയും, വിശ്വസിക്കാതെ പിന്നെ തള്ളിപ്പറയും എന്ന് കരുതിയിട്ടാണ് അബൂജഹൽ ഇത് പറഞ്ഞത് സിദ്ദീഖുറുല്ലാഹിനോട്. സിദ്ദീഖുറുല്ലാഹിന് കേട്ട മാത്രം നബി അത് പറഞ്ഞോ? അതെ പറഞ്ഞോന്ന് ചോദിച്ചാൽ അതേ പറഞ്ഞത്. എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അത് അപ്പടി പിന്നെ ഒരൊറ്റ നിമിഷം പോലും അവിടെ ആലോചിച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞോ, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അബൂജഹലാകെ വിഷണ്ണനായി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് സിദ്ദീഖ് എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും. അത് വഖദ് ഫാസ സിദ്ദീഖുൻ ബിതസ്ദീഖിൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ച് പിന്നെ വിശ്വാസമാക്കൽ കൊണ്ടെടുത്ത സിദ്ദീഖ് എന്നവർ വിജയിച്ചിരിക്കുന്നു. അബിൽ ഉറൂജ് കൊണ്ട് മസ്ദിഖു വാഫാഹിലഹു, മഹാനായിരിക്കുന്ന അവരുടെ മിഅ്റാജ് കൊണ്ട് വിശ്വസിച്ചു. പിന്നെ അങ്ങനെ സിദ്ഖ് വാഫാഹലു, ആ സിദ്ഖ്, ആ സത്യസന്ധത ആളുകൾ അത് എന്ത് ചെയ്തിരിക്കുന്നു? അവർ ആ സത്യത്തിൻ്റെ ആളുകളെ എത്തിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് എത്തിച്ചു, അഹ്ലു അത് സത്യത്തിൻ്റെ ആളുകളെ സത്യം എത്തിച്ചിരിക്കുന്നത് ബൈത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞാണ്. അതായത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജും ഇസ്റാവും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആരെ അംഗീകരിച്ചിട്ടുണ്ട്? സിദ്ദീഖുർ അംഗീകരിക്കുകയും ചെയ്തു, അവരെ വിജയിക്കുകയും ചെയ്തു. അത് കാരണമായിട്ട് കാവനൂർ എളയൂർ യൂണിറ്റ് SBS സെക്രട്ടറി സഫ്വാൻ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന് 10 മണിക്ക് ഖബറടക്കം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല ആ സഹോദരൻ്റെ ഖബറൊക്കെ പരിശുദ്ധ ഖുർആൻ്റെ വെളിച്ചം കൊണ്ട് വെളിച്ചമാക്കി കൊടുക്കട്ടെ. ദിവസവും പല ഭാഗത്തും നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് ആളുകളുടെ മരണങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു തആല നാം എപ്പോൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്താക്കിയിട്ട് സലീമായ കൽബോട് കൂടെ അള്ളാഹു നമ്മളേവരെയും മരണപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ അപകട മരണത്തിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും നമ്മെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. തൗബ ചെയ്ത് പരിപൂർണ ഈമാനോടുകൂടെ ശാന്തനായ നിലക്ക് മരണപ്പെടാനുള്ളതായ സൗഭാഗ്യം അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക എന്നറിയിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബെയ്ത്തിൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനി ഈ ബെയ്ത്ത് വഹാദിഹി അഖീദത്തും മുഖ്തസറ ലിവലിൽ അവാമി സഹലത്തും മുയസ്സറ നാദീമു തിൽക അഹ്മദുൽ മർസൂഖി മയ്യന്തമി ലിസ്സാദിഖിൽ മസ്ദൂഖി വൽഹംദുലില്ലാഹി വസല്ലമ അലൻ നബിയി ഖൈരി മൻ ഖദ് അല്ലമ വല്ലാലി വസ്സഹബി വകുല്ലി മുർഷിദിൻ വകുല്ലി മൻ ബി ഖൈരി ഹദി യഖ്തദി വസ്അലുൽ കരീമ ഇഖ്ലാസൽ അമൽ വനഫഅ കുല്ലി മൻ ബിഹാ ഖാദ് ഇസ്തഗൽ. അബിയാത്തുഹാ മൈസുൻ ബി അദ്ദിൽ ജുമ്മലി താരിഖുഹാ ലി ഹയ്യുറിൻ ജുമ്മലി സമ്മൈതുഹാ അഖീദത്തൽ അവാമി മിൻ വാജിബിൻ ഫിദ്ദീനി ബിത്തമാമി. ഇതോടുകൂടെ ആ ബെയ്ത്ത് അവസാനിക്കുകയാണ്. അത് ശരി. പിന്നെ അപ്പോൾ ഏതായാലാട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ ഇസ്രായിൻ്റെ സംഭവത്തോടു കൂടെ ഇസ്രാ മിറാജോട് കൂടെ എന്ത് ചെയ്താണ് ഈ ബെയ്ത്ത് അവസാനിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്താ പറഞ്ഞതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാം. മിറാജ് ഹിജ്റ എത്രാം വർഷത്തിലാണ് നടന്നത്? ഹിജ്റ എത്രാമത്തെ വർഷത്തിലാണ് മിറാജ് നടന്നത്? സഹോദരന്മാരെ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. മഷ്ഹൂറായ അഭിപ്രായം ചോദിക്കുന്നത് ഏറ്റവും അറിയപ്പെട്ടതായ ഇസ്ലാമിൽ അറിയപ്പെട്ട പിന്നെ അഭിപ്രായം അനുസരിച്ച് കൊണ്ട് ഹിജ്റ
4 മഷൂർ അഭിപ്രായം അനുസരിച്ച് ഹിജറ 1 ശേഷം കേട്ടോ. ഹിജറ 1 അല്ല, ഹിജറന്റെ മുമ്പേ പിന്നെ നുബുവത്തിന്റെ പിന്നെ ഹിജറന്റെ മുമ്പ് 1 വർഷം, ഹിജറയുടെ 1 വർഷം മുമ്പ്. അതാണ് എൻ്റെ മഷൂറായ അഭിപ്രായം. ഹിജറ നമ്മളിപ്പം ബൈത്തിന് തുടക്കം തന്നെ പറഞ്ഞ വഖബുൽ ഹിജറത്തിൻ നബിയിൽ ഇസ്ര എന്നാണല്ലോ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറന്റെ മുമ്പാണ് ഇസ്ര ഉണ്ടായത്. പിന്നെ അതേത് മാസത്തിലായിരുന്നു, ഏത് മാസത്തിൽ, എത്രാമത്തെ രാത്രിയിൽ? നമുക്കൊക്കെ അറിയുന്ന വിഷയം തന്നെയാണിത്. എന്താണ് ഈ ചങ്ങായിമാർ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഹിജറക്ക് മുമ്പ് 1 വർഷം, ഹിജറയുടെ 1 വർഷം മുമ്പ് റജബ് മാസം 25-ാം രാവിലെ മിഅ്റാജ് രാവ് എന്ന് കേട്ടില്ല നമ്മൾ? മിഅ്റാജ് രാവ് എന്ന് പറഞ്ഞതിനെ പറ്റി തന്നെ ഇത് തന്നെ സാധനം. അത് മിഅ്റാജ് രാവ് എന്ന് പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജും നടത്തിയ സംഭവത്തെക്കുറിച്ചാണ്. അതാണ് പിന്നെ ബലപ്പെട്ട അഭിപ്രായം, മനസ്സിലായി? മഷൂറായ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ സൂറത്തുൽ ഇസ്ര 1-ാമത്തെ ആയത്ത് നമുക്ക് കാണാം. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അല്ലാഹു തആല എത്ര പരിശുദ്ധനായിരിക്കുന്നു. അവൻ തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയിരിക്കുന്നു. ലൈലൻ, രാത്രി സമയത്ത്, തൈക്കീതായിട്ട്, അതായത് രാത്രിയുടെ കുറഞ്ഞ സമയത്ത് എന്നർത്ഥം. ലൈലൻ, രാത്രി എന്നുള്ള ഏതാനും കുറഞ്ഞ യാമങ്ങൾക്കുള്ളിലായിട്ട്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദിൽ ഹറാമിൽ നിന്ന് മസ്ജിദിൽ അഖ്സയിലേക്ക്. അല്ലദീ, എങ്ങനെയുള്ള, ബാറക്കന ഹൗലഹുവും, നാം അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാത്തിന. എന്തിനു വേണ്ടിയാണ് ഇസ്രാ മിഅ്റാജും ഒക്കെ? ഇസ്രാ മിഅ്റാജും ഒക്കെ ഉണ്ടായത് അല്ലാഹു തആല പറയുന്നു, പ്രവാചകർക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, നമ്മുടെ ദൃഷ്ടാന്തം കാണിക്കാൻ വേണ്ടിയാണ് നാം അവരെ ഈ രാപ്രയാണം നടത്തിയിരിക്കുന്നത്. ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുന്നത്, മിഅ്റാജ് ഉണ്ടായത്. അപ്പോൾ എന്തായി, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഉപവിഷ്ടനായി ഇരിക്കുകയാണ് എന്നും, അങ്ങനെ ആ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ് മിഅ്റാജ് സംഭവം ഉണ്ടായത് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം അല്ലാഹു തആലാക്ക് സമാനും മക്കാനുമില്ല. അവൻ പിന്നെ എന്തിന് അതീതനാകുന്നു? സ്ഥലകാലങ്ങൾക്ക് അതീതനാകുന്നു അല്ലാഹു സുബ്ഹാനഹു തആല. അപ്പം മിഅ്റാജ് 7-ാം ആകാശവും സിദ്റത്തുൽ മുൻതഹയും അർശിന്റെ അടുത്തൊക്കെ എത്തിയത് അള്ളാഹിനെ കാണാനാണ് എന്നുള്ള ധാരണ ആരും വെച്ച് പുലർത്തേണ്ടതില്ല. എന്തിനാണ് ഇസ്രാ മിഅ്റാജും ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ സൂറത്ത് ഇസ്രായിൽ തന്നെ എന്താ, ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, വേറൊരു ആയത്തിൽ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, സൂറത്ത് നജ്മ് 18-ാമത്തെ ആയത്ത്. എന്താ? ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തീർച്ചയായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരിക്കുന്നു. മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തന്റെ റബ്ബിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കണ്ടിരിക്കുന്നു. ഉണ്ടോ? അതെ. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ്, കാണാൻ വേണ്ടിയാണ്. എന്ത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടിയാണ്. അവിടെ പോയപ്പോൾ അള്ളാഹു തആല സംസാരിച്ചു, കണ്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അള്ളാഹു തആലാനെ കാണാനാണ് പോയത് എന്നുള്ള രീതിയിൽ ഉള്ള ആ പ്രചരണം ശരിയല്ല. അള്ളാഹു തആല പറഞ്ഞ എന്താണ്? അവരെ ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുമായിട്ട് സംസാരിക്കുക എന്നുള്ളതും അള്ളാഹു തആല കാണുക എന്നുള്ള ഒരു സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊരു ആദരവിന് വേണ്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രവാചകന്മാരായിട്ട് അള്ളാഹു തആല സംസാരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചത് പിന്നെ അള്ളാഹു തആല അങ്ങനെ 7-ാം ആകാശത്തേക്ക് കൊണ്ടുപോയത് കൊണ്ടാണോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്
അള്ളാഹു താല സംസാരിച്ചത് ഏഴാം ആകാശത്തേക്ക് കൊണ്ടുപോയിട്ടല്ല, അത് തൂരി സീനയിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു താലക്ക് സംസാരിക്കാൻ ഒരു പ്രത്യേകമായ സ്ഥലം നിശ്ചയിച്ചതാണ് എന്ന് നാം ധരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു താല സംസാരിച്ചു, അത് എവിടെ നിന്ന് വെച്ചുകൊണ്ടാണ്? അത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് അള്ളാഹു താലാക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ അങ്ങ് എത്രയോ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ച് ഏഴാൻ ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞിട്ടുള്ള അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു താലാക്ക് സംസാരിക്കാം. ഭൂമിക്കടിയിൽ വെച്ചുകൊണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ടുകൊണ്ടിരിക്കുന്നതായ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് അള്ളാഹു താലാക്ക് സംസാരിക്കാം. എവിടുന്ന് അള്ളാഹു താലാക്ക് സംസാരിക്കാം, അതിന് പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നി ദാഹിബിൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി എന്ന് കാണാം. ഇന്നി ദാഹിബിൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവാണ്. അത് എവിടേക്കായിരുന്നു പോയിരുന്നത്? അത് ഫലസ്തീനിലേക്കായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലേക്കാണ് പോയത്. അപ്പോൾ ഫലസ്തീനിലാണ് അള്ളാഹു താല എന്ന് വിശ്വസിക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സംസാരിക്കാനും കാണാനും പ്രത്യേകമായ സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇസ്രാവും മിറാജും ഉണ്ട്, അത് അള്ളാഹു താലാനെ കാണാനാണ് എന്നല്ല. അള്ളാഹു താലാനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയ വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെല്ലാം എന്ന് പറയാൻ കാരണം, അള്ളാഹു താലാനെ കാണാനും സംസാരിക്കാനും പ്രത്യേകമായ ഒരു സ്ഥലമോ ഒരു സമയമോ വേണ്ടതില്ല. പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലം അള്ളാഹു താലാക്ക് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു താല സ്ഥല കാല പരിമിതമല്ല, സ്ഥലകാലാതീതനാകുന്നു. ഇതാണ് അതിന്റെ കാരണം. പിന്നെ ഇനി എന്താ, അപ്പം നമ്മൾ എത്ര മണിക്കൂറിനുള്ളിലാണ്? 3-4 മണിക്കൂർ എന്നാണ് പറയുന്നത്. ഇസ്രാ മിറാജ് ഉണ്ടായത് 3-4 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട്. ചില അഭിപ്രായത്തിൽ അതിനേക്കാളും ചുരുങ്ങിയ സമയത്തിനുള്ളിലായിട്ടാണ് ഇസ്രാ മിറാജും ഉണ്ടായത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില റിവായത്തിലൊക്കെ കാണാം, ഖദീജ ബീവി കടന്നിടത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്കാനുള്ള സമയം ആയിട്ടില്ല എന്നുള്ള. ഖദീജ ബീവി ആണല്ലോ അന്നത്തെ ഭാര്യ റസൂലുള്ളാന്റെ, അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബീവിയെ തൻ്റെ ഭാര്യയെ സ്വീകരിച്ച കാലത്ത് മറ്റൊരു ഭാര്യയും നബി തങ്ങൾ വിവാഹം കഴിച്ചിരുന്നില്ല. പിന്നെ രണ്ടാമതായി ഖദീജ ബീവിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീ ഏതാണ്? ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീ ഏതാ? ഖദീജ ബീവിന്റെ ശേഷം ആർക്കെങ്കിലും അറിയാ? സൗദാ ബീവിയാ? അതെ സൗദാ ബീവിയാണ് കേട്ടാ. ഹഫ്സ ബീവി അല്ലേ, സൗദാ ബീവിയാണ്. ചില റിവായത്തിൽ അങ്ങനെ ഉണ്ട് ഉസ്താദെ. ഇന്നല്ലാഹ റജഅ ഫി റിവായത്തിൻ ഇന്നഹു റജഅ വ ഖദീജത്തു ലം തതഹവൽ അൻ ജംബിഹാ എന്ന് കാണുന്നുണ്ട്. ഖദീജ ബീവി അതായത് പിന്നെ ഉമ്മുഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. അങ്ങനെ ഒരു റിവായത്തിൽ കാണാം. ഫി റിവായത്തിൻ അന്നഹു റജഅ ഖബ്ല യബ്റുദ മഹല്ലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ദാലിക ലൈലത്തുൽ ഇത്നൈനി. ഏതായിരുന്നാലും പിന്നെ നബി ഇരുന്ന സ്ഥലത്ത് ഒരു ചൂടുണ്ടാവില്ലേ? നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? അല്പം ചൂടുണ്ടാവും അല്ലേ? നമ്മൾ ഇരുന്ന ആ ചൂട് ആറിയിട്ടില്ല എന്നാ തിരിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പൊ അത്രയും പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്നും ചില നമ്മുടെ ഉലമാക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സ്പീഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന്. ഇരുന്ന സ്ഥലത്തുള്ള ചൂട് ആറിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് സ്പീഡാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്പീഡ് ആദ്യം പറഞ്ഞതിനേക്കാളും കൂടുതലാണ്, വളരെ കൂടുതലാണ്. ആദ്യം പറഞ്ഞ 3-4 മണിക്കൂർ എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ഇതിലുള്ളത്. പിന്നെ തിങ്കളാഴ്ച ആണെന്നും വെള്ളിയാഴ്ച ആണെന്നും ശനിയാഴ്ച ആണെന്നും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? നമ്മളിവിടെ പിന്നെ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞതില്ലേ? നമ്മൾ പിന്നെ മഷൂറ ഇബ്രാഹിം എന്ന് പറഞ്ഞ് റജബ് മാസം 27 രാവ് തിങ്കളാഴ്ച രാത്രിയാണ്, ഹിജറക്ക് മുമ്പ്, 1 വർഷം മുമ്പ്. പിന്നെ അടുത്ത് പോകുന്ന സന്ദർഭത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിന്? ജിബ്രീൽ അലൈഹിസ്സലാം വലതുഭാഗത്ത്,
മീകായിൽ അലൈഹി ഇസ്ലാം ഇടത് ഭാഗത്ത് പിന്നെ അത് ഒരു പദ്യമുണ്ട് അതിനെ സംബന്ധിച്ച്. وأسرى به ربي من الحجر ليلة إلى المسجد الأقصى لرؤية حناني كما البدر في داج من الليل قصرا وجبريل مع ميكال معه يسيراني. ഇരുൾ മുറ്റിയ രാത്രിയിൽ ചന്ദ്രന് ഇരുൾ മുറ്റിയ രാത്രിയിൽ 14-ാം രാവ് ഉദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് രാപ്രയാണം നടത്തി. ജിബ്രീലും ജിബ്രീലും മീകാൽ അലൈഹി സ്വലാം ഉണ്ടായിരുന്നു കൂടെ, അവരോടുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതുപോലെ മീകായിൽ അലൈഹി സ്വലാമിൻ്റെയും വേറൊരു മലക്കും ഉണ്ട്. ആ മലക്കിൻ്റെ പേര് അറിയപ്പെട്ടിട്ടില്ല. വേറൊരു മലക്കും കൂടി ഉണ്ട് എന്നാണ്. എവിടെ നിന്നാണ് പോയത്? ഹെത്തീമിൽ നിന്നാണ്. ഹെത്തീം എന്ന് കാബത്തിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഹെത്തീം. അപ്പോൾ അത് കൂടി ജമ്മി ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഹെത്തീമിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെയാണ്. അത് അവിടെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട് അവിടെ തന്നെയായിരുന്നു. കാബത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവരുടെ വീട്. അപ്പോൾ അവരെ വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് പോയത് എന്ന് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആളുകളുണ്ട്. ഏതിൻ്റെ പുറത്താണ് പോയത്? ബുറാഖിൻ്റെ പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തത്. ഈ ബുറാഖ് എന്ന് പറയുന്നത് ദാബത്തുമിൻ ദവാത്തിൽ അർബൈ, 4 കാലുള്ള ഒരു മൃഗമാണ്. അത് ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റൂല, ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റൂല. പിന്നെ അതേ അവസരത്തിൽ അത് ഒരു കോവർ കഴുതയേക്കാളും കുറച്ച് വലിപ്പം കുറഞ്ഞതും കഴുതയേക്കാൾ കുറച്ച് വലിപ്പം കൂടിയതാണ്. അതായത് തട്ടുകുതിരയുടെ അത്ര തന്നെ ഇല്ല, എന്നാൽ കഴുതയേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട്. ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൃഗമാണത്. അത് നടക്കാൻ ആരംഭിച്ചാൽ അത് 2 കാല് വെക്കുന്നത് എവിടെയാണ്? അതിൻ്റെ കണ്ണ് എത്തുന്നിടത്താണ്. അതിൻ്റെ ഭൂമിയിലെ ജീവി എന്ന് പറയാൻ പറ്റില്ല, സ്വർഗത്തു നിന്നുള്ളതാണത്. അത് സ്വർഗത്തു നിന്നുള്ള ഒരു ജീവിയാണ്. പിന്നെ അതിൻ്റെ കണ്ണെത്തുന്നിടത്താണ് അതിൻ്റെ കാല് വെക്കുക. ആ കാല് വെച്ചാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ പിൻഭാഗത്തുള്ള കാല് അവിടെ എത്തും. അതായത് അത് ഒരു പറക്കുന്നതിനേക്കാളും സ്പീഡാണെന്ന് അർത്ഥം. ഇങ്ങനെയുള്ള ഈ പ്രത്യേകത എന്ന് പറഞ്ഞത് അതിൻ്റെ സ്പീഡ് ഈ രൂപത്തിൽ, അതായത് അതിൻ്റെ കണ്ണെത്തുന്നിടത്താണ് അത് കാല് വെക്കുക എന്ന് പറഞ്ഞല്ലോ. അത്രയ്ക്കും സ്പീഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണത് പറഞ്ഞിരിക്കുന്നത്. ഏതല്ലാട്ടെ, അതിന് ഒരു ഈ വെളുപ്പ് നിറം, കുറഞ്ഞ രീതിയിലുള്ള കറുപ്പ് നിറത്തോടുകൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ കറുപ്പുള്ള ഒരു വെളുപ്പ് നിറമായിരുന്നു അതിനുണ്ടായിരുന്നതെന്നാണ്. സ്വർഗത്തു നിന്നാണ് അള്ളാഹു തആല അതിനെ അയച്ചിരിക്കുന്നത്, ഭൂമിയിലെ ജീവിയല്ല. റസൂലുള്ളാഹിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി സ്വർഗത്തു നിന്ന് അള്ളാഹു തആല അയച്ചു കൊടുത്ത ഒരു മൃഗമാണിത്. അപ്പോൾ കാരണം എന്തുകൊണ്ട് സാധാരണഗതിയിൽ രാജാക്കന്മാരൊക്കെ എന്താണ് ഒരാളെ താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ക്ഷണിച്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്തും? അയാളെ തൻ്റെ ഏറ്റവും പ്രത്യേകമായിരിക്കുന്ന ഒരു വാഹനം അയച്ചു കൊടുക്കൂലേ? ഒരു രാജാവ് മറ്റൊരാളെ വിളിച്ചു വരുത്താണ്, തൻ്റെ ദർബാറിലേക്ക് വിളിച്ചു വരുത്താണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചു വരുത്താണ്ടെങ്കിൽ അയാൾ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വാഹനം ഒരുക്കി തയ്യാറാക്കി കൊടുക്കും. വലില്ലാഹിൽ മസലുൽ അഅല. അപ്പോൾ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തുനിന്ന് അള്ളാഹു പ്രത്യേകമായി തയ്യാർ ചെയ്തതായിരിക്കുന്ന മൃഗത്തെ അള്ളാഹു അയച്ചു കൊടുത്തതായിരുന്നു. പിന്നെ അതെവിടെയാണ്? അങ്ങനെ ആ ബുറാഖിൻ്റെ പുറത്താണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തത്. അങ്ങനെ മസ്ജിദുൽ അഖ്സയിലെത്തി അവിടെ ഒരു ഖുബ്ബത്ത് സഹ്റ എന്ന് പറയുന്ന ഒരു കുബ്ബുണ്ടല്ലോ, അവിടെ അതൊരു ഈ ബുറാഖിനെ കെട്ടിയ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിൻ്റെ അടുത്തുള്ള കുബ്ബക്കാണ് ഇപ്പോൾ ഖുബ്ബത്ത് സഹ്റ എന്ന് പറയുന്നത്.
മനസ്സിലായില്ലേ? ഇന്നും അങ്ങനെ ആ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമുണ്ട്, കുബ്ബത്ത് സഹ്റ എന്ന്. ആ കുബ്ബത്ത് സഹ്റയിൽ ആണ് ബുറാക്കിനെ ബന്ധിച്ചത്. ആ പാറക്കല്ലുമേൽ ബന്ധിച്ചു എന്നാണ് പറഞ്ഞത്. ആ പാറക്കല്ലിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാം ഇരിക്കാറുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിന് ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാമും ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളായിരിക്കുന്ന ഒരു പാറക്കല്ല്, അതാണ് അസഹ്റ. അതാണ് പിൽക്കാലത്ത് കുബ്ബത്ത് സഹ്റ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുറാക്കിനെ ആ പാറയിൽ ബന്ധിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു. പിന്നെ അങ്ങനെ അവിടെ വെച്ച് നിസ്കരിച്ചു. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കയറി വരുന്നു പള്ളിയിലേക്ക്. മസ്ജിദുൽ അഖ്സയിലേക്ക് പല സ്ഥലത്തുനിന്ന് പല ആളുകൾ നോക്കും. എല്ലാവരും അംബിയാ മുർസലുകളാണ്. വന്ന ആളുകളൊക്കെ എന്താണ്, കേട്ടറിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ. കഴിഞ്ഞു പോയ അംബിയാ മുർസൽ, മരിച്ചുപോയ ആളുകളും വഫാത്തായി പോയ പ്രവാചകന്മാരും വഫാത്താവാത്ത പ്രവാചകന്മാരും എല്ലാവരും ഉണ്ട് അവിടെ, ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാവരും പള്ളിയിൽ കയറി, ആളുകളൊക്കെ ഒരുപാട് തടിച്ചുകൂടി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ ബാങ്ക് കൊടുത്തു, ഇഖാമത്തോട് കൊടുത്ത്. അപ്പോൾ നിസ്കരിക്കാനുള്ള പുറപ്പാടിലാണ്. ജിബ്രീൽ അലൈഹി സ്വലാം ബാങ്ക് ഇഖാമത്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്ത്, ജിബ്രീലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് പിടിച്ചാക്കി എന്നാണ് പറഞ്ഞത്. മിഹ്റാബിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർദ്ദേശിച്ചു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അംബിയാ മുർസലുകൾക്കും 2 റക്അത്ത് നിസ്കരിച്ചു. അമൻ ഹല്ല ഫിൽ ബൈത്തിൽ മുഖദ്ദസി ജുമഅതൻ ലഹു റസൂലു വൽ അംലാകു മഅ കുല്ലി റൂഹാനി വഖദ്ദമഹു ജിബ്രീലു സല്ലാ ബിജംഇഹിം ഇമാമൻ വഹും ലിൽ ഹഖ് അക്സർ ഇത് ആനി. അതന്നെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട്, പള്ളിയിൽ വെച്ചുകൊണ്ട് അംബിയാ മുർസലുകൾക്കൊക്കെ ഇമാമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഇസ്രാ കഴിഞ്ഞു. ഇസ്രാ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഇസ്രാ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പിന്നെ മിഅ്റാജാണ് പിന്നെ നടക്കാൻ പോകുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശ ലോകത്തേക്കുള്ളതായിരിക്കുന്ന കയറിപ്പോവലാണ്. സുഊദ്, ഉറൂജ് എന്ന് പറഞ്ഞാൽ സുഊദ് എന്നാണ്. അതേത് നിസ്കാരം എന്നുള്ളല്ലോ, അവിടെ നിസ്കാരം ഫർളാവുന്നുള്ളല്ലോ. പ്രവാചകന്മാരൊക്കെ നിസ്കരിച്ച് വന്നിരുന്ന നിസ്കാരമുണ്ട്. ഏത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന നിസ്കാരം ആവണ്ടേ? നമ്മൾ അറിയുന്ന നിസ്കാരം 5 വക്ത് നിസ്കാരം പിന്നീടാണ്, ആ യാത്രയിലാണ് ഫർളാവുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പ്രവാചകന്മാരൊക്കെ നിസ്കരിക്കാറുള്ള നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം. പിന്നെ അപ്പോൾ അങ്ങനെ മിഅ്റാജ് തുടങ്ങാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശങ്ങളിലേക്കുള്ള ഓരോ ആകാശം കഴിഞ്ഞ് പിന്നെ സിദ്റത്തുൽ 7 ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തം കഴിഞ്ഞ് അർശ് വരെ എത്തി. അതെങ്ങനെയായിരുന്നു മിഅ്റാജ്? പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് മിഅ്റാജ് ജസദോടും കൂടെയും റൂഹോടുകൂടെയുമായിരുന്നു, ഉണർച്ചയിലായിരുന്നു എന്നുള്ളതാണ്. ഉണർച്ചയിൽ അവിടുത്തെ ആത്മാവോടുകൂടെയും ഭൗതിക ശരീരത്തോടുകൂടെയും, ആത്മാവ് ജഡമെന്ന് പറയുമ്പോൾ ജഡെന്ന് പറഞ്ഞ് ഒച്ചുംപിടി ഉണ്ടാക്കണ്ട. കാരണം ഇവിടെ ഈ ആത്മാവ് മാത്രമാണ് പോയത്, റസൂലുള്ളാഹിന്റെ ജസദ് പോയിട്ടില്ല എന്ന് പറയുന്നൊരു വിഭാഗം ഉള്ളത് കൊണ്ടാണ് റൂഹോടുകൂടെയും ജസദോടുകൂടെയും എന്ന് പറയുമ്പോൾ ജസദിന് അങ്ങനെ അത് പറഞ്ഞു പോകുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു അനാദരവൊന്നും ആരും ഉദ്ദേശിക്കൂല പ്രവാചകനെ സംബന്ധിച്ച്, സ്നേഹിക്കുന്ന ആരും. പിന്നെ എതിരാളികൾക്ക്, ശത്രുക്കൾക്ക് എന്ത് കിട്ടിയാലും ആയുധാണല്ലോ, അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. പോട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹോടുകൂടെയും ജസദോടുകൂടെയും മാണ് മിഅ്റാജ് ഉണ്ടായത്. അത് തന്നെ ഉണർച്ചയിൽ, സ്വപ്നത്തിലല്ല, ഒരു പ്രാവശ്യം. മനസ്സിലായില്ലേ? ഒരൊറ്റ രാത്രിയിൽ. അതാണ് ജംഹൂറുൽ മുഹദ്ദിസുകളും അതുപോലെ തന്നെ ഫുഖഹാ മുത്തക്കല്ലിമുകൾ, നമ്മുടെ അഖീദന്റെ ഉലമാക്കൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസുകളുടെ അടുക്കൽ, ബഹുഭൂരിപക്ഷത്തിൻ്റെ അടുക്കൽ
ഒറ്റ രാത്രിയിൽ ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവോട് അവിടുത്തെ റൂഹോടുകൂടെയും ജസദോടുകൂടെയും ഉണർച്ചയിൽ സംഭവിച്ചതായിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ മെഹറാജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിലൊക്കെ ഖിലാഫുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബലപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം. പിന്നെ അടുത്തത് എന്നാൽ ഇസ്രാ എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാഉൽ മുസ്ലിമീങ്ങളെ കൊണ്ടും, അതായത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ കൊണ്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. എന്നുവെച്ചാൽ ഖത്ഇയ്യ വിഷയമാണ് ഇസ്രാ എന്നുള്ളത്. അല്ലെ, പരിശുദ്ധ ഖുർആനാണ് നമ്മൾ ആദ്യം ഓതിയത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറയുന്നതായ ആയത്ത് നമ്മൾ ഓതി. അതിൻ്റെ അപ്പോൾ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇസ്രാ എന്നുള്ളത്. അപ്പോൾ ഇസ്രായിനെ നിഷേധിച്ചവൻ കാഫറായി, സംശയമില്ല. കാരണം എന്തുകൊണ്ട്? അവർ ഖുർആനെ നിഷേധിച്ചിരിക്കുന്നത്. ഇസ്രാ എന്നുള്ളത് ഖുർആൻ, ഹദീസ്, ഇജ്മാ ഈ 3 പ്രമാണം കൊണ്ട് ഇസ്ലാമിൽ നാം അംഗീകരിക്കുന്ന പ്രമാണം 4 എണ്ണമാണ്. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇതിൽ 3 എണ്ണം കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് ഇസ്രാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും നിഷേധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയിട്ടില്ല, അതിൻ്റെ അർത്ഥം മറ്റൊന്നാകുന്നു എന്ന് പറഞ്ഞു അതിനെ വ്യാഖ്യാനിക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അവൻ കാഫറായി. കാരണം അബൂജഹലിന് സംഭവിച്ചത് അതാണല്ലോ. അബൂജഹൽ കൈകൊട്ടി പാടി ചിരിച്ച് പിന്നെ അവർക്ക് അന്നത്തെ അത്ര വലിയ കോള് പിന്നെ കിട്ടിയില്ല അവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അബൂജഹലിനെ പോലെ തന്നെ ആരായിത്തീരും? ഇത് നിഷേധിച്ചവനും കാഫറായിത്തീരും, സംശയമില്ല. അപ്പോൾ ഇസ്രാ എന്നുള്ളത് പിന്നെ 3 പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോവും, സംശയമില്ല. മെഹറാജ് എന്നുള്ളതാണെങ്കിലോ അറിയപ്പെട്ട മഷൂറായിരിക്കുന്ന ഹദീസിനെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് നിഷേധിച്ചവൻ ഫാസിഖായി പോവും, സംശയിക്കണ്ട. മനസ്സിലായില്ലേ? അതായത് അവന് മെഹറാജ് നിഷേധിച്ചവന് ഫാസിഖായി പോകും. അവൻ കാഫറാവൂല. പക്ഷെ കാഫറാവില്ല എന്നുള്ളതുകൊണ്ട് അന്നാവുന്നാണോ? കാഫറാവാത്ത എന്തുകൊണ്ട് വെച്ചാൽ ഖുർആൻ കൊണ്ടും അതുകൊണ്ട് ഹദീസ് കൊണ്ടും. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ടാണ്, പക്ഷെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നിഷേധിച്ചവന് ഫാസിഖായി പോകും, ശ്രദ്ധിക്കണം. അപ്പോൾ നിഷേധിക്കാൻ പോകണ്ട. ഇസ്രാവും മിറാജും വിശ്വസിക്കുക. അത് ഉറക്കത്തിൽ, അത് ഉണർച്ചയിലാണെന്നും റൂഹോടുകൂടെയും ജസദോടുകൂടെയാണ് ഒരു രാത്രിയാണെന്നും ഉണ്ടായത് എന്നും ഇതൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഷിആർ, അതിന്റെ സിമത്ത്, അടയാളങ്ങൾ. അത് നാം വിശ്വസിക്കുകയും ചെയ്യുക. അത് നിഷേധിച്ചവൻ ഇസ്രാ നിഷേധിച്ചവൻ കാഫറാകും, മിറാജ് നിഷേധിച്ചവൻ ഫാസിഖാകും. പിന്നെ ഇസ്രാ മിറാജിന്റെ പിന്നെ ഒരു ഖിസ്സ ചെറിയ രൂപത്തിൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, മറ്റൊരു മൂന്നാമതൊരു മലക്കുകൊണ്ട് പേരറിയപ്പെട്ടിട്ടില്ല, അവർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ അത് ഇസ്രാഫീൽ ആണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലാട്ടെ ഹെത്തീമിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഷാബ് അബി താലിബിലാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഉമ്മുഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. അതിനൊന്നും എതിരില്ല. എന്താ കാരണം? ഉമ്മുഹാനിയുടെ വീട്ടിൽ വെച്ച് വേണ്ടാണ് പിന്നെ ഇസ്രാ ഉണ്ടായതെന്ന് പറഞ്ഞതിന് കാരണം അവർ അപ്പോൾ മറ്റൊരു റിവായത്തിൽ ഷാബ് അബി താലിബിലാണെന്നും റസൂലുള്ളാഹിന്റെ വീട്ടിലാണെന്നും അതിലൊന്നും എതിരില്ല. കാരണം എന്തുകൊണ്ട്? ഉമ്മുഹാനി എന്നിവരുടെ വീട് ഷുഐബ് അബി താലിബിന്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങൾ ആ ഭാഗം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉമ്മുഹാനി എന്ന് പറയുന്ന അമ്മായിയാണല്ലോ, അവരുടെ വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മഹാനാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് മലക്കുകൾ പുറത്ത് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നാണല്ലോ പള്ളി. ഖുർആനിലുള്ള എങ്ങനെയാണ്? മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്ന മലക്കുകൾ. ഫാലജഉ ഫിൽ ഹത്തീമി, പിന്നെ അവിടെ ഹത്തീമിൽ റസൂലുള്ളാഹിനെ കിടത്തി. പിന്നീട് സുമ്മ അഖദഹു വഅഖറജഹു ഇല ബാദ തമാമി യഖ്ലതിഹി വബാദ ഷിഖ്ഖി സദ്രിഹി വഖൽബിഹി വഗസ്ലിഹിമ ഫാർകബഹുൽ ബുറാഖ്.
അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കീറി, ഹൃദയത്തിൽ നിന്ന് ഹൃദയം എന്ത് ചെയ്ത് കഴുകി വൃത്തിയാക്കി. റസൂലാൻ്റെ അവിടെ അപ്പം എന്തിട്ടുണ്ട്, മുമ്പ് ആമിന ബീവിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു ഹൃദയം കീറൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്ത് 4 വയസ്സ് പൂർത്തിയാവുന്നത് വരെ ഹലീമ ബീവിയുടെ വീട്ടിലായിരുന്നല്ലോ. 2 പ്രാവശ്യം, ഒരിക്കൽ മക്കത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും 2 കൊല്ലം വീടും റസൂലുള്ളാഹിനെ പോറ്റിയിട്ടുണ്ട് ഹലീമ ബീവി. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്തുണ്ടായിട്ടുണ്ട്, ഹലീമ ബീവിൻ്റെ മകനടക്കം കണ്ട് പേടിച്ചു പോയ രംഗം. കുറച്ച് ആളുകൾ വന്ന് മലർത്തിക്കിടത്തി നെഞ്ചി പുലർത്തി ഹൃദയം കഴുകി തുന്നിച്ചേർത്ത സംഭവം അതൊന്ന്. വീണ്ടും അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ രണ്ടാമത്തതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആകാശയാത്ര നടത്താൻ പോവുകയാണ് അല്ലേ. ഇപ്പോൾ ഈ സ്പേസ് യാത്ര നടത്തുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, അവർ ഓക്സിജൻ ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടുപോവുക, ഓക്സിജനേറ്റാണ് പോവുക. സാധാരണഗതിയിൽ അങ്ങോട്ട് പോയാൽ പറ്റൂല. അപ്പോൾ അള്ളാഹു ആലം, നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹായും അതിൻ്റെ അപ്പുറമൊക്കെ സഞ്ചരിക്കാനുള്ള അതിനൊരു തയ്യാറെടുപ്പ് എന്നുള്ള നിലക്കായിരിക്കണം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കീറി, പിന്നെ ഹൃദയത്തിൽ ഒക്കെ നിറച്ച് അതിന് കൈകി വൃത്തിയാക്കി നിറച്ച് അതിന് ശേഷമാണ്, അതായത് ഒരു ആകാശ ആരോഹണം നടത്താനുള്ള ഒരു പ്രത്യേകമായ ഒരു ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അത് കഴിച്ചിട്ട് ബുറാക്കിന് മേൽ കയറ്റി അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ കയറി നബി അങ്ങനെ മദീനയിലേക്ക് എത്തി. ഏർന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മദീന വഴിയാണ് പോകുന്നത്. മദീനയിലെത്തി അപ്പോൾ റസൂൽ അവിടെ ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നിസ്കരിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ച് അവിടെ വെച്ച് ഇറങ്ങി അവിടെ നിസ്കരിച്ചു എന്നുള്ളതാണ്, മദീനയിൽ വെച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മദീന അതെന്താണ്, പിന്നീട് തൻ്റെ ഹിജറ പോകുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽക്ക് യാത്ര തുടർന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് മദീനയിൽ. രണ്ടാമത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീണ ബത്ലഹേം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഇന്ന് ഫലസ്തീനിലെ സ്ഥലമാണല്ലോ ബത്ലഹേമിൽ ഇറങ്ങി. രണ്ടാമത്തെ സ്റ്റോപ്പ് അവിടെയാണ് ഈസാ നബി സ്വലാം ജനിച്ചത്. അപ്പോൾ പ്രവാചകന്മാരുടെ ജനിച്ച സ്ഥലങ്ങളും അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ട് പിന്നെ യാത്ര നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടെ ഇറങ്ങുകയും അവിടുന്ന് പിന്നെ വീണ്ടും ബുറാക്കിൻ്റെ പുറത്ത് കയറി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, അവിടുന്ന് കൂടുതലൊന്നും ഇല്ലല്ലോ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കൂടുതലൊന്നുമില്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, ബൈത്തുൽഹേമിൽ നിന്ന്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലെത്തി പള്ളിയിൽ കടന്ന് കിഴക്കവാതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കടന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയും കൂടി പള്ളി തഹിയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അല്പസമയം ആദ്യത്തെ തഹിയ്യത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ അത് നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ പള്ളിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നു. നോക്കുമ്പോൾ ഒക്കെ അമ്പിയ മുർസലുകളാകുന്നു. പിന്നെ ആരുമുണ്ട്, പിന്നെ മലക്കുകളും ഇൻസുകളും ജിന്നുകളും ഒക്കെ ഉണ്ട് എന്നുള്ള ബിഅബ്ദാനിഹിം വഅർവാഹിഹിം. അവരുടെ പിന്നെ ശരിയാ ആത്മാവും ഈ ജിന്നു അമ്പിയ മുർസലുകളൊക്കെ ആത്മാവ് മാത്രമാണ് വന്നതെന്ന് മനസ്സിലാക്കേണ്ട. അമ്പിയ മുർസലുകളൊന്നും അവരുടെ ശരിയായ ജഡത്തോടുകൂടെ അവരുടെ ഭൗതിക ശരീരത്തോടു കൂടെ തന്നെയാണ്. ആത്മാവും ശരീരവും അടങ്ങിയതായ യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാരെന്നെ വന്നത്, റൂഹ് മാത്രമല്ല എന്ന്. അതാണ് റാജി. കാരണം എന്തുകൊണ്ട്, അമ്പിയ മുർസലുകൾ അഹിയാവും ഫി ഖുബൂരിഹിം, അമ്പിയ മുർസലുകൾ അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രൂപത്തിൽ തന്നെയാണ് വന്നത്. ശരിയാ നിലക്കുള്ള ജീവിച്ചിരിക്കുന്നവരായ സ്ഥിതിയിലാണ് വന്നത്. ആവട്ടെ. മാത്രമല്ല അവർ പിന്നെ ജീവിച്ചിരിക്കുന്നവരെന്ന് മാത്രമല്ല, നോമ്പ് വലിക്കുന്നവരും നിസ്കരിക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും ആണെന്നൊക്കെയാണ് ബലപ്പെട്ട അഭിപ്രായം. മാത്രമല്ല വിവാഹിതരാകുന്നുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നുമില്ല, തടസ്സമില്ല. കാരണം പ്രവാചകന്മാരെക്കാളും താഴ്ന്ന പടിയിലുള്ളതായിരിക്കുന്ന അവരുടെ താപീയങ്ങളെ അവരുടെ പിന്നെ അനുയായികൾക്ക് പോലും ഇത്തരം അത്ഭുതങ്ങളൊക്കെ കറാമത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതിനൊന്നും യാതൊരു വിരോധമില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പള്ളിയിലെത്തി തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കുമ്പോൾ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ മലക്കുകളൊക്കെ കടന്നു വന്ന് അപ്പോൾ നബി എല്ലാവരെയും തിരിച്ചറിഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, കുറേ ആൾ റുക്കൂലാണ്, കുറേ സുജൂദിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാങ്ക് ഇഖാമത്ത് കൊടുത്ത് അപ്പം എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്ത് ചെയ്ത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ കൈ പിടിച്ചുകൊണ്ട് മെഹ്റാബിലേക്ക് അങ്ങോട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഫസല്ല ഇമാമു ബിഹിം റക്അത്തൈനി. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു. ഫക്കാന സുഫൂഫു മിനൽ മുർസലീന സലാസത്തൻ സുഫൂഫിൻ അമൽ അംബിയ അർബഅത്തൻ. അപ്പോൾ മുർസലുകളുടെ 3 സഫ്, മുർസലുകളുടെ ആദ്യത്തെ 3 സഫ് മുർസലുകളുടേത്. അത് കഴിഞ്ഞിട്ടുള്ള 4 സഫ് ആരുടേത്? അംബിയാക്കളുടേത്. അംബിയാവും മുർസലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. എല്ലാ മുർസലുകളും നബിമാരാണ്. എല്ലാ നബിമാരും ആരായിക്കോണമെന്നില്ല, അംബിയാക്കളായിക്കോണമെന്നില്ല. അപ്പോൾ അംബിയാ മുർസലുകളുടെ, അപ്പോൾ മുർസലുകളുടെ ഒരു 3 സഫ്, അംബിയാക്കളുടെ ഒരു 4 സഫ്. വൽ മലായിക്കത്തു വൽ ഇൻസു വൽ ജിന്നു സുഫൂഫുഹും ലാ തൻഹസർ. പിന്നെ ബാക്കിയുള്ള കുറേ മലക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, മലക്കുകളും ജിന്നും ഇൻസും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ സഫിന് യാതൊരു കണക്കുമില്ല. അള്ളാഹു തആല പള്ളിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് അണിച്ചുകൊണ്ട് പള്ളിയെ വിശാലമാക്കി എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ദിവസമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിസിറ്റ് നടത്തിയതായിരിക്കുന്ന ആ ദിവസമല്ലാത്ത മറ്റൊരു ദിവസം ബൈത്തുൽ മുഖദ്ദസ് ജുമാക്കാവട്ടെ, പെരുന്നാളിനാവട്ടെ, വലിയൊരുനാളും വെള്ളിയാഴ്ച ഒരു സമയത്തും ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സമയങ്ങളിലും ഇത്രമാത്രം ജനത്തിരക്കുണ്ടായിരുന്ന ഒരു സന്ദർഭം മസ്ജിദുൽ അഖ്സാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലം യുകമ്മിൽഹാ ഫീ സഫ്വൻ വാഹിദുൻ അസ്ലൻ ലാ ഫീ ജുംഅത്തിൻ വലാ ഫീ ഈദിൻ വലാ ഫീ ഗൈരിഹിമാ ലിഅന്നഹു അക്ബറുൽ മസാജിദി. അന്നല്ലാതെ അവിടെ അങ്ങനെ പൂർത്തിയായിട്ട് അത്രയും തോന്നെ ആളുകളുണ്ടായിരുന്നു. ഏതായിരുന്നാലാട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മേറാജ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് നിർത്തി. എന്താണ് മേറാജ് എന്ന് പറഞ്ഞാൽ? മേറാജ് എന്ന് പറഞ്ഞാൽ കയറുന്ന സാധനം എന്നാണ്. മിഫ്താഹ്, ഫതഹ യഫ്തഹു എന്നുള്ളതിൻ്റെ ആലത്തിൻ്റെ ഇസ്മാണല്ലോ മിഫ്താഹ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ തുറക്കുന്ന സാധനം, അങ്ങനെയാണല്ലോ. തുറക്കുന്ന സാധനത്തിനാണല്ലോ മിഫ്താഹ് എന്ന് പറയുന്നത്. അപ്പോൾ മെഹറാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറിപ്പോകുന്ന സാധനം, കോണീൻ. മലയാളം പറഞ്ഞാലേ കോണി. ഒരു കോണി വെച്ചു കൊണ്ടുവച്ചു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ കോണി എങ്ങനെയുള്ള കോണിയാണ്? ആ കോണി അല്ലദീ യറാഹുൽ മുഹ്തദിർ ഇൻദ ഖുറൂജി റൂഹി. ഓരോ മനുഷ്യനും തൻ്റെ റൂഹ് ശരീരവുമായി വേർപിരിയുന്ന സന്ദർഭത്തിൽ അതിനെ കാണുന്നതാണ്. മരണം ആസന്നമായ വ്യക്തി കാണുന്നതാണെന്ന ഈ മിറാജ്. ഈ റൂഹ് കയറി പോകുന്ന ഗോവണി ഉണ്ടല്ലോ, അത് ഓരോ വ്യക്തിയും കാണുന്നുള്ളതാണ്. സത്യവിശ്വാസികളുടെ റൂഹുകളൊക്കെ അതിലൂടെയാണ് കയറി പോവുക. ഓട്ടെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോണില്ലാതെയും മിറാജ് പിന്നെ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ? സാധിക്കും. സാധിക്കാത്തത് കൊണ്ടല്ല, അതൊരു ആദരവിന് വേണ്ടി. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, എന്തിനാണ് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി സലാം പറയാൻ ഏൽപ്പിക്കണം? ഇവിടുന്നാട്ട് സലാം പറഞ്ഞാൽ പോരെ? ഒരാളെ സംശയമായിരുന്നല്ലോ. ഇവിടുന്ന് കുത്തിർന്നോടത്ത് സലാം പറഞ്ഞാൽ റസൂൽ കേൾക്കൂ. എന്താ ഇപ്പം എന്തിനാ ഒരാൾ സലാം പറഞ്ഞ പിന്നെ നബിയുടെ മേൽ സലാം പറയാൻ വേണ്ടി ഏൽപ്പിക്കണം? എന്തിനാ? നമ്മളെന്താ പറയുക, അതൊരു ആദരവാണ്. ഒരാൾ നബീൻ്റെ അടുക്കൽ ചെന്ന് പോയി പറയുമ്പോൾ അതൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയുന്നതിനേക്കാളും ഉള്ളൊരു ആദരവ് എന്താണ്? അവിടെ പോയിട്ട് ആദരവോടുകൂടെ അവിടെ എത്തിയിട്ട് ഒരു സലാം പറയലാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മിറാജ് എന്ന് പറയുന്ന ഈ കയറി പോകുന്ന സാധനമില്ല, കോണില്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ മിറാജ് നടത്താൻ സാധിക്കാത്തത് കൊണ്ടല്ല, അതൊരു ഷറഫിന് വേണ്ടിയും താലീമിന് വേണ്ടിയുമാണ് എന്നാണ് ഉലമാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതലാവട്ടെ, അതും സ്വർഗത്തു നിന്നുള്ളതായിരിക്കുന്ന കോണിയായിരുന്നു. വലം തറൽ ഖലായിഖു അഹ്സന മിൻഹു ലോ നദർത ഇലൈഹി ലോ മറാഖി മുതഅദ്ദിദത്തുൻ യുഖാൽ ലഹുൽ മിറാജ്.
അതിനേക്കാൾ ഒരു പടപ്പുകളും അതിനേക്കാൾ ഭംഗിയുള്ള ഒന്നിനെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള അത്രക്കും സൗന്ദര്യമുള്ളൊരു സാധനമാണിത്. ലോ നെലർത്ത ഇലഹി ലഹു മറാഖിൻ മുത്താദിദ്, തന്നെ ഒരുപാട് ഗോവണികളുണ്ട്, മനസ്സിലായില്ലേ? അതിന് ചവിട്ടുപടി ഒരുപാടുണ്ട്. അതിന് മിറാജ് എന്ന് അതിന് പറയാം ഈ ഓരോ ചവിട്ടുകൾക്കും. പിന്നെ കയറി പോകുന്നതുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ളതായ അതേതാണ് ഓരോ പടികളും സ്വർണത്തിൻ്റെതുണ്ട്, വെള്ളിയുടേതുണ്ട്. അതിൻ്റെ ഇരുഭാഗങ്ങളും ചുവന്ന മാണിക്യം കൊണ്ട് അതുപോലെ തന്നെ പച്ച ഗോമേതകം കൊണ്ടും ഒക്കെ ഭംഗിയാക്കി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ റസൂലുള്ളാഹിനെ കയറ്റിക്കൊണ്ടുപോകാനുള്ളേ ഈ മെഹറാജ് എന്ന് പറയുന്ന സാധനം. അതല്ലാട്ടെ, അത് അങ്ങനെ ഒരുപാട് വർണ്ണനകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ വലഭാഗത്ത് മലക്കുകളുണ്ട്, ഇടതുഭാഗത്ത് മലക്കുകളുണ്ട്. എന്താണ്? ഈ പ്രവാചകന്റെ മഹത്വത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഏതലാവട്ടെ, വക്കുല്ലു മിർക്കാത്തമിനു മസീറത്തു 500 ആമിൻ, ഓരോ പടികൾക്കിടയിലും 500 വർഷത്തിന്റെ വൈദൂരമുണ്ട് ഓരോ പടികൾക്കിടയിലും. അങ്ങനെയുള്ള 10 പടികളുണ്ട്, 10 ചവിട്ടുപടികളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അതാണ് ഇപ്പോൾ ഇതിന്റെ മിറാജ് എന്ന് പറയുന്ന ഈ കോണിയുടെ ഫളില്, അതിന്റെ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓരോ കോണിപ്പടികളുടെ 500 വർഷത്തെ വൈദൂരമുള്ളതാണ്. അങ്ങനെ മൊത്തം 10 പടികളുണ്ട്. അങ്ങനെ ഇത്രയും അലങ്കരിക്കപ്പെട്ട രൂപത്തിൽ മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആ മിറാജ് എന്ന് പറയുന്ന കോവണി അവിടെ ഹാജറാക്കപ്പെട്ട് സുമ്മ സൈദ ഫീഹി ഹുവ ജിബ്രീൽ ഹത്തന്തയ ഇല സമായി ദുനിയ. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും കൂടിയത് അതിന്മേൽ കയറുകയാണ്. അങ്ങനെ കയറിയിട്ട് അവർ സഞ്ചാരം തുടങ്ങിയിട്ട് ആകാശത്തിന് ഇല സമായി ദുന്യാവിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ആകാശത്തിലേക്ക് അവർ എത്തിയപ്പോൾ ഫസ്തഫ്തഹാഹു ഫഫുത്തിഹ ലഹുമ, അങ്ങനെ അവർ രണ്ടുപേരും ഈ വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് തുറക്കപ്പെട്ടു. അങ്ങനെ 7 ആകാശങ്ങളും അവർ തുറക്കാൻ ആവശ്യപ്പെട്ട്. ഒന്നാമത്തെ ആകാശത്തിൽ ആരാണ്? ആദം നബി അലൈഹി ഇസ്ലാമാണുള്ളത്. ഒന്നാം ആകാശത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമാണ്. അവിടെ വെച്ചുകൊണ്ട് നെയിലും ഫുറാത്തും കണ്ടു എന്നാണ്. നെയിലും ഫുറാത്തൊക്കെ അപ്പോൾ ആകാശത്ത് തരുണ്ട് ഒരു നെയിലും ഫുറാത്തും ഉണ്ടെന്നാണ്. അപ്പോൾ ദുനിയാവിലുള്ളതിനോട് സമാനമായിട്ട് ഒന്നാം ആകാശത്തിൽ ഒരു നെയിലും ഫുറാത്തും, യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും അവിടെ കണ്ടു എന്നാണ് ഹദീസിൽ കാണാം. രണ്ടാമത്തെ ആകാശത്തിൽ യഹിയ നബി അലൈഹി സ്വലാമിനെ ഈസാ നബി അലൈഹി സ്വലാമിനെയും കണ്ടു. എന്തിനാ യഹിയ നബി ഈസാ നബി ഒന്നിച്ചവിടെ കണ്ടത് ഒരാകാശത്തിൽ? പിന്നെ അത് നബിയും വാഹിദിന് ഈസാ യൻസലു ആഖിർ സമാനി ഫയബ്ഖാ ഫിഹ യഹിയ ഫലാ തഖ്ലുഹുമ അന്നബിയൻ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഖിർ സമാനിൽ ഇറങ്ങുമല്ലോ. 2 പ്രവാചകന്മാരെന്തിനാന്ന് ചോദിച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യനാളിൽ ഇറങ്ങൂലേ, അപ്പോൾ ആകാശത്തിൽ ആരില്ലാതായി പോവണ്ട, ഒരു പ്രവാചകൻ ഇല്ലാതായി പോവണ്ട. അപ്പോൾ ഈസാ നബിയും യഹിയ നബിയും കൂടി അവിടെ ഉണ്ടാകുന്നു. ഈസാ നബി ഇറങ്ങി ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വന്നാൽ ആകാശം പ്രവാചകന്മാരില്ലാതെ പോവില്ല. അങ്ങനെ ഒരു ഹിക്മത്ത് പറഞ്ഞ് കാണുന്നുണ്ട്. അല്ലാഹു അലം. പിന്നെ അപ്പോൾ അങ്ങനെ മൂന്നാം ആകാശത്തിൽ, അപ്പോൾ ഒന്നാം ആകാശത്തിൽ ആദം നബി അലൈഹി സ്വലാമിനെ, രണ്ടാം ആകാശത്തിൽ യഹിയ ഈസാ അലൈഹി സ്വലാം, മൂന്നാം ആകാശത്തിൽ യൂസുഫ് അലൈഹി സ്വലാമിനെ, നാലാം ആകാശത്തിൽ ഇദ്രീസ് അലൈഹി സ്വലാമിനെ, അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ, ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ, ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ഏഴാം ആകാശത്തിലാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഏഴാം ആകാശത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അത് എവിടെയാണ്? ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന പരിശുദ്ധ കാബക്ക് നേരെ മുകളിലായിട്ടുള്ളൊരു മലക്കുകൾക്ക് തവാഫ് ചെയ്യാനുള്ള ഒരു കാബ ഉണ്ട് അവിടെ. ബൈത്തുൽ മാമൂർ എന്നാണ് അതിന് പറയുക. ബൈത്തുല്ലാഹി കാബ, നമ്മുടെ ഇന്നത്തെ ഇവിടെ മക്കയിലുള്ള കാബ അല്ലേ, അത് മനുഷ്യർക്ക് അത് തവാഫ് ചെയ്യാൻ വേണ്ടി. എന്നാലും മലക്കുകൾ തവാഫ് ചെയ്യുന്ന അതിൻ്റെ നേരെ സമത്തിലായിട്ട്, നേരെ മുകളിലായിട്ട് ഒരു സ്ഥലമുണ്ട്, ബൈത്തുൽ മാമൂർ എന്ന് അറിയപ്പെടുന്നത്. അവിടേക്ക് ആ ബൈത്തുൽ മാമൂറിലേക്ക് ചാരി ഇരുന്നു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വലം ഇരിക്കുന്നത് കണ്ടതെന്ന് മറ്റു ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഏഴാം ആകാശത്തിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉള്ളത്. പിന്നെ
അപ്പോൾ വേറൊരു ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഈ പ്രവാചകന്മാർ മാത്രം ഒന്ന് അവിടെ വെച്ചുകൊണ്ട് കണ്ടത് എന്നുള്ളതാ? ഈ പ്രവാചകന്മാരെ മാത്രം, വേറെ ഒരുപാട് പ്രവാചകന്മാരില്ലേ, ഇതിലിപ്പം പ്രത്യേകിച്ച് ചില പ്രവാചകന്മാരെ മാത്രം എന്തിനാ ഇപ്പം അവിടെ വെച്ചുകൊണ്ട് കണ്ട്? എല്ലാ പ്രവാചകന്മാരും കണ്ടു, എല്ലാവരെയും കണ്ട് എവിടെ വെച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് ഒരു ജമാഅത്ത് നിസ്കാരം നടന്നല്ലോ. മലക്കുകളും ജിന്നുകളും അമ്പിയ മുർസലുകളും അടക്കമുള്ള വലിയൊരു ജമാഅത്ത് നിസ്കാരം അവിടെ നിന്ന് കണ്ട എല്ലാവരും. പിന്നെ ഇപ്പം എന്തിനാ ഒരു രണ്ടാമത് ഇവിടെ ആകാശങ്ങളിൽ പിന്നെ അവർ കണ്ടതെന്ന് ചോദിച്ചാൽ അതിലൊരു ഹിക്മത്ത് എന്തെന്ന് അങ്ങനെ നോക്കുമ്പോൾ, അതായത് അവിടെ ഈ കണ്ട പ്രവാചകന്മാർക്ക് സംഭവിച്ചതായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതിലേക്കൊരു സൂചനയാണിത്. ഏതാ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു ഒന്നാം ആകാശത്തിൽ. എന്താ ആദം നബിക്കുള്ള പ്രത്യേകത? ആദം നബി അലൈഹി സ്വലാമിനെ സുഖലോകത്തുനിന്ന് പുറത്താക്കി അല്ലേ? അവിടുന്ന് പുറത്താക്കി തിരിച്ചു പോകുമ്പോഴോ വലിയൊരു സമൂഹവുമായിട്ടാണ് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിലേക്ക് കടക്കുക. സംശയമുണ്ടോ? ഇല്ല. അപ്പം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ സ്വന്തം വീടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന്, സ്വർഗീയ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മക്കയിൽ വെച്ചുകൊണ്ട് എതിരാളികൾ പുറത്താക്കുകയും പിന്നീട് അവിടേക്ക് വലിയ സൈന്യത്തോടുകൂടെ കടക്കുകയും ചെയ്യുമെന്നുള്ളതിലേക്കുള്ള സൂചനയാണ് ആദം നബിയെ കണ്ടതെന്നുള്ള അതിന്റെ ഹിക്മത്ത്. ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തുനിന്ന് ഒറ്റ നിലക്ക് പുറത്താക്കപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു വിഭാഗം ആളുകളുമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിരിക്കും തന്റെ കൂടെ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിന്റെ അന്ന് തിരിച്ചു പോകുമ്പോൾ വലിയൊരു സൈന്യത്തെയുമായിട്ടാണ്, വലിയൊരു വിഭാഗം അനുയായികളെയുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് കടന്നത്. അപ്പൊ ഇതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഈ പ്രവാചകന്മാർക്ക് സംഭവിച്ചതായിരിക്കുന്ന എല്ലാ ഹൈറും ഷെറുകളും എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും ആർക്കും സംഭവിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സംഭവിക്കാം എന്നുള്ളതിലേക്ക് സൂചനയാണ് എന്ന് പറയുന്നു. ഒന്നത്. പിന്നെ രണ്ടാമത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജൂതന്മാര് ഈസാ നബി അലൈഹി സ്വലാമിനെ രണ്ടാമത് കണ്ടല്ലോ. ജൂതന്മാര് ഈസാ നബി അലൈഹി സ്വലാമിനോട് ശത്രുത വെച്ചതുപോലെ എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ജൂതന്മാര് ശ്രമിച്ചു. അങ്ങനെയാണല്ലോ അല്ലേ? ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി പിലാത്തോസിന്റെ പട്ടാളം വന്ന്, പിലാത്തോസിന്റെ പട്ടാളം കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. ആകാശലോകത്തേക്ക് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അപ്പം ജൂതന്മാര് ശത്രുത വെച്ചെന്ന് മാത്രമല്ല, കൊന്നുകളയാൻ വേണ്ടി വരെ തീരുമാനിച്ചിരുന്നു. ആർക്കെതിരിൽ? മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിന്റെ എതിരിൽ. അല്ലാഹു തആല ഈസാ നബിയെ രക്ഷപ്പെടുത്തി. ഇതുപോലെ തന്റെ ജനത തന്നോട് എന്ത് ചെയ്യും? തന്നോട് ശത്രുത വെക്കുകയും കൊന്നുകളയാൻ വേണ്ടി അവര് വട്ടം കൂട്ടി വന്ന് അവര് ഗൂഢപദ്ധതി ഇട്ടുകൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്നതിലേക്ക് സൂചനയാണ് മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള. നമുക്കറിയാലോ അല്ലെ? മക്കത്ത് വെച്ചുകൊണ്ട് ഹിജറ എന്ന് പറയുന്ന സംഭവം, ഹിജറയുടെ തൊട്ട മുമ്പുണ്ടായ സംഭവമാണല്ലത്. അന്നത്തെ വലിയ പ്രമാണിമാരൊക്കെ കൂടി അന്നും വലിയ മീറ്റിംഗ് കൂടി ദാറുന്നദുവത്തിൽ വെച്ചുകൊണ്ട് എന്തെല്ലാം അടവുകൾ പാറ്റിയിട്ടും ഒന്നിനും യാതൊരു ക്ഷമയില്ല. ദിവസം കൂടുന്തോറും ആളുകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, ഇവിടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് പ്രവാചകന്. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ എന്ന് അവര് തീരുമാനിച്ചുറച്ചിട്ട് അവര് ഒരു രഹസ്യയോഗം കൂടി ദാറുന്നദുവത്തിൽ വെച്ചുകൊണ്ട്, രഹസ്യയോഗം കൂടുമ്പോൾ ആ ദാറുന്നദുവത്തിലേക്കാണ് ഒരു നജിദിലെ ഷെയ്ഖിന്റെ രൂപത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ വന്നിട്ട് അവരുടെ തീരുമാനങ്ങളൊക്കെ മൂപ്പരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജഡ്ജ്മെന്റ്. ഒരാൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാ, നാടങ്ങോട്ട് കടത്തുക എന്ന് പറഞ്ഞു ഒരാൾ പ്രവാചകനെ. അപ്പൊ അത് ശരിയാവില്ല. നാട് കടത്തിയാൽ ഇപ്പോൾ അവിടെയും ആളൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അത് പറ്റൂല. അപ്പോൾ എന്നാ പറഞ്ഞ നമ്മൾ എന്താ ചെയ്യാ, വേറെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊക്കെ വന്ന് അപ്പോൾ
ഒക്കെ സാമ്പത്തികമായിട്ട് നമ്മൾ പരാജയപ്പെടുത്തുക, ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതോ അതിനൊക്കെ മൂപ്പര് എതിര് പറഞ്ഞു. അവസാനം വലിയ മൂപ്പര് പറഞ്ഞ് അബൂജഹൽ പറഞ്ഞ അഭിപ്രായമാണ് പിന്നെ സ്വീകാര്യത. അതാണ് മൂപ്പര് പറഞ്ഞ അഭിപ്രായമാണ് ശരി. എന്താ അബൂജഹൽ പറഞ്ഞത്? നമ്മളിൽ നിന്ന് ഓരോരുത്തരും, ഓരോ കബിലയിൽപ്പെട്ട ഓരോ ആളുകളും, കബിലയിൽപ്പെട്ട പ്രധാനിയായിരിക്കുന്ന ഒരാളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുക, എന്നിട്ട് വീട് വളയുക. രാത്രി സുബൈന് മുന്നേ പുറത്തിറങ്ങല്ലോ, സുബൈക്ക് വേണ്ടി പുറത്തിറങ്ങും. അതിൻ്റെ ആ സമയത്ത് ഓരോ കബീലക്കാരും കൂടിയിട്ട് പിന്നെ പ്രധാനികളെ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റ വെട്ട്, ഒരാൾ വെട്ടുന്നത് പോലെ എല്ലാവരും വെട്ടിയിട്ട് ഒറ്റ വെട്ടിന് കൊന്നുകളയുക. എന്നാലും എന്ത് ചെയ്തു? അതിൻ്റെ ഉത്തരവാദി ആരായി? എല്ലാവരും കൂടി ഉത്തരവാദിയാവും. എല്ലാ കബീലക്കാരോടും ബനി ഹാഷിമിന് പകരം ചോദിക്കാനാവൂല. അതുകൊണ്ട് ഒരൊറ്റ ആളെ കൊല്ലുന്നത് പോലെ എല്ലാ വിഭാഗക്കാരും പങ്കെടുത്തുകൊണ്ട് കൊന്നുകളയാം എന്നുള്ള ഒരു തീരുമാനം, അത് വലിയ ഇഷ്ടമായി ഇബ്ലീസിന്, അബൂജഹലിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് സ്വീകരിക്കേണ്ടതാണ്. അവിടെ അങ്ങനെ തീരുമാനിച്ച് ഉറച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി എല്ലാ വിവരങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കുകയും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല തൻ്റെ വിരിപ്പിൽ അവിടെ കിടക്കാൻ വേണ്ടി പറയുകയും നേരം വെളുത്തിട്ടല്ല എണീക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട് വളഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വളരെ വിദഗ്ധമായ അള്ളാഹുവിൻ്റെ അത്ഭുത പ്രകാരം അവൻ്റെ മുരിസത്ത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് ഒരു പിടി മണൽ വാരി എടുത്തുകൊണ്ട് യാസീൻ സൂറത്തിൻ്റെ അവസാനം ഫഗ്ശൈനാഹും ഫഹും ലാ യബ്സുറൂൻ എന്നിവരെയുള്ള ആയത്ത് ഓതിക്കൊണ്ട് ഊതി അവരുടെ ശരീരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അവരുടെ കണ്ണിലും അവരുടെ മൂക്കിലും ഒക്കെ പോവുകയും കണ്ണ് കാണാൻ സാധിക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ മഹാനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ തുറന്നു അവിടെ നിന്ന് ഇറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ വീട്ടിലെത്തുകയും സിദ്ദീഖ് റളിയല്ലാഹു തആലാനും കൂടി വേഗം പിന്നെ സാധാരണ റൂട്ടിലേക്കുള്ള പോക്ക് മാറ്റിക്കൊണ്ട് യമൻ ഭാഗത്തേക്ക് ഗാർ സൗറിൽ എത്തി നിൽക്കുകയും അവിടെ വെച്ചുകൊണ്ട് പിന്നെ 2-3 ദിവസം അവിടെ നിന്ന് പിന്നീടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഒരു ഗൈഡ് മുഖേന മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. പോട്ടെ, ആ ചരിത്രമൊക്കെ ഇവിടെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനും അവിടെ വകവരുത്താനും വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഖുറൈശികൾ ചെയ്തത്. അങ്ങനെയാണ് ഹിജ്റ പോക്കുണ്ടാകുന്നത്. ഇത് സമാനമായ സംഭവം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അതിൻ്റെ ഹിക്മത്തെന്ന് ചോദിച്ചാൽ, ഈസാ നബിയെ ജൂതന്മാർ ശത്രുത വെച്ച് കൊല്ലാൻ ശ്രമിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാർ ഗൂഢാലോചന നടത്തി കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ പ്രവാചകന്മാർ അള്ളാഹു സഹായിച്ചതുപോലെ അവിടുത്തെ സഹായിക്കും. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നബിയെ അവിടത്തേക്കും വരുമെന്നുള്ളതിലേക്ക് സൂചനയായിട്ടാണ് ഈ പ്രവാചകനെ കണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും കണ്ടു. മനസ്സിലായില്ലേ? ഇനി എന്താണ് അടുത്തത്? അതുപോലെ മഹാനായിരിക്കുന്ന ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ കൗമ് ഹാറൂൻ നബിയെ തിരിച്ച് സ്നേഹം വെച്ചിട്ടുണ്ടെന്ന്. രണ്ടാമതേ ഹാറൂൻ നബിയെ വലിയ ഇഷ്ടമായിരുന്നു ഹാറൂൻ നബിയുടെ ജനതക്ക്. ഇതുപോലെ ഹാറൂൻ നബിക്കുള്ളത് പിന്നീട് തൻ്റെ കൗമ് തന്നെ വളരെയധികം സ്നേഹിക്കുമെന്നുള്ളതിലേക്ക് സൂചനയായിട്ടാണെന്ന. അതുപോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കൗമിനെ പിന്നെ പരിചരിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ കൗമിനെ അവരെ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല കാബയും മക്കയും ഒക്കെ അള്ളാഹുവിന് റസൂലിന് വേണ്ടി അള്ളാഹു തആല പിന്നീട് രണ്ടാമതൊരിക്കൽ സൗകര്യപ്പെടുത്തി കൊടുത്ത്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഇബ്രാഹിം നബി സ്വലാമിന് ഏറ്റുതാരിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അന്ന് അവിടെ കണ്ട പ്രവാചകന്മാർക്ക് സംഭവിച്ചതായിരിക്കുന്ന ജീവിതത്തിൽ അവർക്കുണ്ടായ അതുപോലെയുള്ള സമാനമായ സംഭവങ്ങളൊക്കെ പ്രവാചകരെ നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നുള്ളതിലേക്ക് സൂചനയായിക്കൊണ്ടാണ് ഇവരെ പ്രത്യേകിച്ച് കാണാനുള്ള കാരണം അതിൻ്റെ ഹിക്മത്ത് എന്ന് ചിലർ പറഞ്ഞ് കാണുന്നുണ്ട്. ഏതായാലാവട്ടെ, അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും ഓരോ ആകാശത്തിൽ വെച്ചുകൊണ്ട് കാണുകയുണ്ടായി. നെയിലും ഫുറാത്തും സൈഹാത്തും ജിഹാന് എന്നീ നദികളും അവർ കണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തുൽ മുൻതഹ വരെ പോയി. സിദ്റത്തുൽ മുൻതഹ വരെ പോയിട്ട് എന്താണ് ഈ മുൻതഹ എന്ന് പറഞ്ഞാൽ? മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേ തല എന്നാണ്. അതായത് ഏറ്റവും ഉയർന്നു കിടക്കുന്ന സ്ഥലം. അൽ മക്കാനിൽ ആലി അൽ മുത്തസ, വിശാലമായി കിടക്കുന്ന ഉന്നതമായ സ്ഥലം.
അവിടെ വരെ എത്തി. അവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലമുകൾ മലക്കുകൾ ഈ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതുന്ന എഴുത്തിൻ്റെ പേനയുടെ ശബ്ദം കേട്ടുന്ന മഹല്ലു സമാഇൽ അഖ്ലാം, സരീഫുൽ അഖ്ലാം എന്നാണ് ഹദീസിൽ കാണുന്നത്. പേനകളെ കണ്ട് എഴുതുന്നതിൻ്റെ ശബ്ദം അവിടെ നിന്ന് കേട്ടു. പേനകളെ രണ്ട് ഉദ്നൈഹി വലാ യഅലമു കൈഫിയത്തഹ ഇല്ലല്ലാഹ്, അതിൻ്റെ രൂപം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പേനകളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന കടലാസിൽ പതിയുന്നതിൻ്റെ ശബ്ദം, കടലാസ് എന്ന് പറയാതെ എങ്ങനെയുള്ള പേനയാണ്, എങ്ങനെയുള്ള കടലാസാണ് അതൊന്നും നമുക്കറിയില്ല. അതവിടെ വെച്ചുകൊണ്ട് പേനകൾ പതിയുന്നതിൻ്റെ ശബ്ദം മഹാനാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോരുന്നില്ല. മുർഖാലി റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുബം വവദ്അ വഹതഫ് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതാണ് ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ്. ബഹർനൂർ എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ ബഹർ സമുദ്രത്തിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വഖഫ ജിബ്രീൽ വലം യസ്രി മഅഹു സുമ്മ സുജ്ജ ബിഹി ഫിന്നൂർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിദ്റത്തുൽ മുൻതഹ വരെ എത്തിയപ്പോൾ അവിടെ നിൽക്കുകയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള സഞ്ചാരം നിർത്തുകയും ചെയ്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രകാശ ലോകത്തേക്കാണ് കടക്കുന്നത്. സുജ്ജ ബിഹി ഫിന്നൂർ, എന്താണ് ആ പ്രകാശം? സുബ്ഹാനല്ലാഹ്. ഫഖറഖ 70,000 ഹിജാബ് മിൻ നൂരി മസീരി കുല്ലു ഹിജാബിൻ 500 ആം. 70,000 പ്രകാശത്തിൻ്റെ മറകൾ അല്ലാഹുവിൻ്റെ റസൂൽ മുറിച്ചു കടന്ന് പിന്നീട് ഒരു പ്രകാശ ലോകത്തേക്കാണ് കടന്നത്. ആ പ്രകാശ ലോകത്തുനിന്ന് 70,000 മറകൾ അല്ലാഹുവിൻ്റെ റസൂൽ മുറിച്ചു കടന്ന്. ഓരോ മറകൾക്കിടായിരിക്കുന്ന വൈദൂരം 500 വർഷമാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇട പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ച് എന്താണ് പോരാത്തതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വിഷമമായി. ഇതുവരെ തൻ്റെ യാത്രയിൽ കൂട്ടുകാരനായ തൻ്റെ കൂട്ടുകാരൻ ഇവിടെ വെച്ചുകൊണ്ട് വഴിയിൽ വെച്ചുകൊണ്ട് എന്നോട് വിട പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ആ യത്റുക്കുൽ ഖലീലു ഖലീലഹു, ഖലീൽ തൻ്റെ ഖലീലിനെ വിട്ടേച്ച് പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മഖാമി, ഇത് എനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് ഇതുവരെയുള്ളത്. വലോ ജാവസ്തുഹു ലഹറഖനി അന്നൂർ, ഞാൻ ആ സ്ഥലം വിട്ടുകൊണ്ട് കടക്കുകയാണെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തിനേക്കാളും അപ്പോൾ അപ്പുറം കടക്കുകയാണെങ്കിൽ എന്നെ കരിച്ചു കളയും, പ്രകാശം കൊണ്ട് ഞാൻ കരിഞ്ഞു പോകും. ഒരു പൈങ്ങാക്കിളിയെ പോലെ ആയി തീർന്നു എന്നുള്ള കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയേക്കും. അപ്പോൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, അലക ഹാജത്തുൻ ഇൻദ റബ്ബി, റബ്ബിൻ്റെ അടുക്കൽ വല്ല ആവശ്യവുമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. വഖാല, മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സലില്ലാഹ അൻ യഹ്ദിയനി അൻ അബ്സുത് ജനാഹി അല സിറാത്തിൽ ഉമ്മത്തിക ഹത്താ തജൂസ അലൈഹി. കണ്ടങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഓ പ്രവാചകരെ, എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്ക് നിങ്ങൾ ഉമ്മത്ത് സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ചിറകൊന്ന് വിരിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ചിറകിന്മേൽ കൂടി അവർ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കണം, അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. അതെനിക്കൊരു അവസരം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയണം എന്ന് നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വസിയത്ത് നൽകി പറയുന്നു. കണ്ടോ, സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം, സത്യവിശ്വാസികൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറകിൻ മുകളിൽ കൂടിയായിരിക്കും വിട്ടുകിടക്കുക. അതിനൊരു അവസരം എനിക്ക് കിട്ടണം, അതൊന്നും നിങ്ങൾ ഒന്ന് പറയണം അള്ളാഹുവിനോട്. ഏതല്ലാവട്ടെ, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി സംസാരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത്, ആദ്യം തുടക്കത്തിൽ പറഞ്ഞ വിഷയം ഇവിടെ ഓർമ്മ വെച്ചിരിക്കണം. അള്ളാഹു താലയോട് സംസാരിക്കാൻ ആ സ്ഥലമാണ് എന്നർത്ഥം, അല്ലാതെ അവിടെയാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ട് സംസാരിക്കാൻ ആ ഒരു സ്ഥലമാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരിക്കാൻ തൂരി സീന പർവ്വതം തിരഞ്ഞെടുത്തതുപോലെ അതുപോലെ പിന്നെ ബഹുമാനപ്പെട്ട
യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അള്ളാഹു തആല സംസാരിച്ചതുപോലെ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് അത്യുന്നതമായിരിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അതിൽ ഇവിടെയാണ് അങ്ങനെ ഒരു സ്ഥലം കാലം അള്ളാഹുവിനില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആലയുമായിട്ടുള്ള സംസാരിക്കാൻ അവിടെ വെച്ചുകൊണ്ട് പിന്നെ സൗകര്യമാവുകയും അവിടെ വെച്ച് അള്ളാഹു തആലയുമായി സംസാരിക്കുകയും ചെയ്യുന്നു. സംസാരിച്ചാൽ നിസ്കാരം ഫർളാക്കുകയാണ് കേട്ടാ. അവിടെ പിന്നെ ഒരുപാട് വലിയ വലിയ ചരിത്രമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സുദീർഘമായിട്ട് പോകുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുമായി സംസാരിച്ചു. എന്താ പറയുന്നത്? വസല ഇലാ മക്കാന തഹത്തൽ അർശി വലം യജാവിസു വറഅ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു ഫി ഹാദൽ മഖാം. അങ്ങനെ ഈ മഖാമിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് യോജിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് ബി ഐനൈ റൈസി തലയിലെ കണ്ണുകൊണ്ട് എന്ന് വെച്ചാൽ യഥാർത്ഥ കണ്ണുകൊണ്ട് നേരിട്ട് അള്ളാഹുവിനെ കണ്ടു എന്നാണ്. എങ്ങനെയാണിത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് അങ്ങനത്തെ ഒരു കാണാനുള്ള ശക്തി കൊടുത്തു. ആ കണ്ണിനുള്ള മറകൾ അള്ളാഹു തആല നീക്കി. അതാണ് പ്രവാചകന്റെ കണ്ണിനുണ്ടായിരുന്ന മറകൾ അള്ളാഹു തആല നീക്കി. അതാണ്. അല്ലാതെ അവിടെ ഒരു മറ കണ്ട് മറിഞ്ഞു കിടക്കുകയായിരുന്നു, ആ മറ കണ്ട് നീങ്ങി എന്നുള്ളതല്ല. കണ്ണിനുണ്ടായിരുന്ന മറ കണ്ട് നീങ്ങി. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? പല സാധനങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ആ പരിധി വിട്ടാലും അങ്ങോട്ട് നമ്മളെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് മറകളുണ്ട്. ആ മറകൾ നീങ്ങിയാൽ നമ്മൾ കാണേണ്ടതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ട് എങ്ങനെ ആ കണ്ണിനൊക്കെയുള്ള മറകൾ നീങ്ങി അതിൽ അള്ളാഹു തആല അതിനുള്ള പ്രത്യേകമായിരിക്കുന്ന ഖുവത്ത് ഈദായ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് വഹുവൽ അസഹു അൻ ഇബ്നു അബ്ബാസ്. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനെയാണ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിനെ സഹിഹാക്കിയത്. ഒരുപാട് വലിയ വലിയ മഹാന്മാരായ ഉലമാക്കളും അതിനെ ബലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അതിന് ഒരു ഭിന്നാഭിപ്രായം ഉണ്ട് കേട്ടോ. അത് നമ്മൾ മറക്കേണ്ടതില്ല. ബുഖാരിയിലൊക്കെ കാണാം. ആയിഷ റളിയല്ലാഹു തആലാനു ഇതിനെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹിനെ കണ്ടുകൊണ്ട് കണ്ടു എന്നുള്ളതിനെ നിഷേധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആർക്കും കാണാൻ കഴിയില്ല. അവിടുത്തെ കൽബിൻ്റെ അയിന് കൊണ്ടാണ്, കൽബിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട്, ഉൾക്കണ്ണ് കൊണ്ടാണ് കണ്ടത് എന്നുള്ളതിനാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചുരുക്കം. സഹാബത്തിനിടയിൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നേർക്ക് നേരെ കണ്ണുകൊണ്ടാണ് കണ്ടത് അല്ല കൽബിൻ്റെ കണ്ണുകൊണ്ടാണ് കണ്ടത് എന്നുള്ള വിഷയത്തിൽ. പിന്നെ ആയിഷ റളിയല്ലാഹു തആലാനു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു തുടങ്ങിയവരൊക്കെ തന്നെ ഇതിനെ ഇങ്ങനെ പറഞ്ഞവരാ. നേർക്കുനേരെ കണ്ടതല്ല, നേർക്കുനേരെ കണ്ടിട്ടില്ല, കൽബിൻ്റെ അതാണ് കണ്ടത്. ഒരു ആയത്തും അതിന് പറയുന്നത്. എത്രത്തോളം ആയിഷാബി പറയുന്നുണ്ട്, ആരെങ്കിലും മൻ സഅമ അന്ന മുഹമ്മദൻ റഅ റബ്ബഹു ഫഖദ് കദബ, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ റബ്ബിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ, ലഖദ് ഖഫ ഷഅരി മഅനാഹു, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് അനുയോജ്യമല്ലാത്ത ഒന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രോമം എടുത്തു പിടിച്ചു എന്ന് മറ്റൊരു ചില ഹദീസിൽ കാണാം. ഏതായിരുന്നാലും ഈ സഹാബത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം, ഇതിപ്പം എന്ത് ചെയ്യുക, ഉസൂലുൽ അഖായിദല്ലത്, ഉസൂലുൽ അഖായിദല്ല, അടിസ്ഥാനപരമായ വിശ്വാസമല്ല. അപ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ആർക്കും സഹാബത്തിനിടയിലോ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഈമാൻ കാര്യത്തിൽ, ഇസ്ലാം കാര്യത്തിൽ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും നാം വിശ്വസിക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അടിസ്ഥാനപരമായ വിശ്വാസങ്ങളുണ്ടല്ലോ. ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഒരു സഹാബത്തിനിടയിലും ഒരു താബീനിടയിലും ഒരു അയിമത്തിനിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അതിൽ ഓരോ വിഷയത്തിലുണ്ടാകുന്ന അതിൻ്റെ ശാഖകളിൽ, അതിന് ശാഖയായിരിക്കുന്ന വിഷയത്തിലൊക്കെ എന്തുണ്ടാവും, അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതിന് കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അതൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, അവർ ഇജ്തിഹാദിൻ്റെ കഴിവിനനുസരിച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് അവർക്ക് യോജിക്കുകയും ചെയ്യാം, അവർക്ക് വിയോജിക്കുകയും ചെയ്യാം. അതിലെന്തില്ല, കുഴപ്പമില്ല. നേരെ മറിച്ച് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരു സഹാബത്തിനിടയിലും താബീനിടയിലും മറ്റ് അയിമത്തുൽ അർബഅത്തിനിടയിലും ഒന്നും ഖിലാഫില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില വിഷയത്തിൽ ഖിലാഫ് ഉണ്ടാവാം, അതിന് വിരോധമല്ല. അങ്ങനെ ഖിലാഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് കിട്ടുന്നതനുസരിച്ച് കൊണ്ട് നമുക്കത് ഏത് ഭാഗം വെച്ചാൽ നമ്മൾ അഖീദൻ്റെ ഇപ്പോൾ സനൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. സനൂസി എന്ന് പറയുന്ന കിതാബിലൊക്കെ അഖീദൻ്റെ ഉലമാക്കൾ, മുഹഖിഖീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതിനാണ് അവരൊക്കെ തഹ്ഖീഖാക്കിയത്. എന്നാൽ നല്ലൊരു വിഭാഗം ഉലമാക്കൾ അതിൻ്റെ എതിര്
നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതായിരിക്കും സഹാബത്ത് പറഞ്ഞതുപോലെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ളാഹുവിനെ നേർക്കുനേർ കണ്ടവരാണ് എന്ന് പറഞ്ഞവരാണ്. സൗണ്ട് പോരെ സുഹൃത്തുക്കളെ? സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കാമല്ലോ അല്ലേ? സൗണ്ട് ലേശം കുറവുണ്ട്. ഏതായാലാട്ടെ, അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ അള്ളാഹുവുമായി സംസാരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ സുജൂദിൽ വീണു എന്നുള്ള, അള്ളാഹുവിനെ തഹിയ്യത്തിൻ്റെയും ഇക്റാമിൻ്റെയും സുജൂദിൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു താല സുജൂദിൽ വീണു. അള്ളാഹു താലക്ക് സുജൂദും ശുക്റും ചെയ്തു. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൽ തുഅത, ചോദിച്ചോളൂ പ്രവാചകരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ഇന്നക ഇത്തഖദത ഇബ്രാഹിമ ഖലീലൻ വ കല്ലംത മൂസ തക്ലീമ വ അതൈത ദാവൂദ മുൽക്കൻ അലീമ വഅലൻത ലഹുൽ ഹദീദ വ സഖർത ലഹുൽ ജിബാല വ അതൈത സുലൈമാന മുൽക്കൻ അലീമ വ സഖർത ലഹുൽ ഇൻസ വൽ ജിന്ന വ ശയാത്തീന. നീ ഇബ്രാഹിം നബിയെ ഖലീലാക്കി, മൂസാ നബിയോട് സംസാരിച്ചു, ദാവൂദ് നബിക്ക് വലിയ അധികാരം നൽകി, ഇരുമ്പിനെയൊക്കെ ഇങ്ങനെ പിന്നെ മാവ് പോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രത്യേകമായ കഴിവ് നൽകി, പർവ്വതങ്ങൾ വൈപ്പെടുത്തി കൊടുത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വലിയ രാജാധികാരം നൽകി, ജിന്നുകളെയും മിൻസുകളെയും പിശാചുക്കളെയും എല്ലാം അവർക്ക് വൈപ്പെടുത്തി കൊടുത്തു, കാറ്റിനെ വൈപ്പെടുത്തി കൊടുത്തു. പിന്നീട് ഒരാൾക്കും അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള മഹത്തായ അധികാരം നൽകി. ഈസാ നബി അലൈഹി സ്വലാം തൗറാത്ത് കൊടുത്തു, ഈസാ നബി അലൈഹി സ്വലാമിന് ഇഞ്ചീൽ കൊടുത്തു, മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തു. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ അനുമതി പ്രകാരം കുഷ്ഠം ബാധിച്ചവരെ സുഖപ്പെടുത്താൻ അങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കാണിക്കാനുള്ള കഴിവിനി നൽകി. അതുപോലെ പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് നൽകി. അവരെയും അവരുടെ മാതാവായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും പിശാചിന് സംരക്ഷണം ഏർപ്പെടുത്തി. പിശാചിന് അവരെക്കുള്ള യാതൊരു വഴിയുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു തആല അങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫഖാല തആല വഖദ് തഖദതുക ഹബീബൻ വഅർസൽനാക ലിന്നാസി കാഫത്തൻ ബശീറ. നാം നിങ്ങളെ ഹബീബും ആക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഹബീബ് ആക്കിയിട്ടുണ്ട്. വഅർസൽതുക ലിന്നാസി കാഫത്തൻ, ഞാൻ നിങ്ങളെ എല്ലാ ജനങ്ങളിലേക്കും പ്രവാചകനായിട്ടാണ്. മാത്രമല്ല ബഷീറൻ ബിൽ സവാബി വ നദീറൻ ബിൽ ഇഖാബി, പിന്നെ നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊണ്ട് സന്തോഷം അറിയിക്കുന്നു, അതേ സന്ദർഭത്തിൽ ചീത്ത വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തിയും. ബഷീറും നദീറും എല്ലാവർക്കും പിന്നെ റസൂലുമായിട്ടും നിങ്ങളെ ഹബീബുമായിട്ടും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾക്കതുപോലെ എന്ന് ചോദിച്ചു. ഇവർ ഈ മേൽ പറയപ്പെട്ട പ്രവാചകന്മാർക്ക് ഏതെങ്കിലും ഒന്നൊക്കെ ഉള്ളൂ. അന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് ഇതെല്ലാം കൂടി അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. മാത്രമല്ല വറഫഅതു ലക, പിന്നെ അള്ളാഹു പറഞ്ഞാണ് വശറഹതു ലക സദ്റക, നിങ്ങളുടെ ഹൃദയം നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിരിക്കുന്നു. വദഅതു അൻക വിസ്റക, നിങ്ങൾക്ക് ഒരു ദോഷമില്ല, മുൻകൂറായി എല്ലാം പുറത്തിരിക്കുന്നു. അതായത് ദോഷം തീരെ ഇല്ലല്ലോ, റസൂലുള്ളാഹിക്ക് ദോഷം ഉണ്ടാകാൻ പാടില്ലല്ലോ. വറഫഅതു ലക ദിക്റക, നിങ്ങളുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു. ഐ ലാ ഉദ്കറു ഇല്ലാ ദുഃഖീർത്തമായി, എന്നെ എവിടെ പറയപ്പെടുന്നു അവിടെ നിങ്ങളെയും പറയപ്പെടും. വജഅൽതു ഉമ്മത്തക ഉമ്മത്തൻ വസത്തൻ, നിങ്ങളുടെ ഉമ്മത്തിനെ ഞാൻ ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. മറ്റെല്ലാ സമൂഹങ്ങൾക്കും പല ഗുണങ്ങളും ഉണ്ടാകാം, പക്ഷേ ഓ പ്രവാചകരെ, നിങ്ങളുടെ ഉമ്മത്തിനെ നാം നല്ല ഉമ്മത്താക്കി നാം പിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. വജഅൽതു ഉമ്മത്തക ഹുമുൽ അവ്വലൂന ഫിൽ ബഅസി വൽ ഹിസാബി, നിങ്ങൾ ഉമ്മത്തിനായിരിക്കും പരലോകത്ത് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് അവരെ ഹിസാബ് എടുക്കുന്നതും അവരെ പിന്നെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ആദ്യമായിട്ട് ഹിസാബ് എടുക്കുന്നതും നിങ്ങൾ ഉമ്മത്തിനായിരിക്കും. അതേ അവസരത്തിൽ എന്താണ് വൽ മൗറൂദു അല സിറാത്തി, സിറാത്തിൽ ആദ്യം കടക്കുന്നവരും അവരായിരിക്കും. ദുഖൂൽ ജന്നതി, സ്വർഗത്ത് കടക്കുന്നവർ നിങ്ങൾ ഉമ്മത്തായിരിക്കും. എന്നാൽ അവർ ഈ ഭൂമിയിലേക്ക് വരുന്നതിലോ അവസാനത്തവരാണ്. ഈ വിഷയത്തിലൊക്കെ അവർ ആദ്യത്തവരായിരിക്കും. ഇത് ബാസിന്റെയും ഹിസാബിന്റെയും സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന വിഷയത്തിലും ഹിസാബ് എടുക്കുന്ന വിഷയത്തിലും ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കുന്ന ആ വിഷയത്തിലൊക്കെ ആദ്യമായിട്ട് നിങ്ങളുടെ ഉമ്മത്തിനായിരിക്കും ഇതൊക്കെ സാധിക്കാം. എന്നാൽ ഈ ലോകത്ത് ഉണ്ടാകുന്ന ഉമ്മത്തിൽ വെച്ചിട്ട് അവസാനത്തെ ഉമ്മത്ത് നിങ്ങളായിരിക്കും, അവസാനം വരുന്ന ഉമ്മത്ത് നിങ്ങളായിരിക്കും. ലാ തജുസുലു മിൻ ഖത്തിയതു ഹത്താ യഷ്ഹദു ലക ഇബാദി വ റസൂലി വജഅൽതു മിൻ ഉമ്മത്തിക അഖ്വാമൻ ഖുലൂബുഹും മനാജിൽ, അങ്ങനെ നീണ്ടുപോവാ. അതായത് നിങ്ങളെ ഉമ്മത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ
പിന്നെ നിങ്ങളുടെ ഉമ്മത്തുന്ന ഒരു വിഭാഗത്തെ ഞാൻ അവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ ഖുർആനൊക്കെ മനഃപ്പാടമാക്കുന്ന ഹൃദയമുള്ളവരാക്കി തീർത്തിട്ടുണ്ട്. അവർ നന്മ കൽപ്പിക്കും, തിന്മ നിരോധിക്കും. അതായത് പിന്നെ അവർ ഖുർആൻ അവർ ഹൃദയത്തിൽ മനഃപ്പാടമാക്കിയിട്ടായിരിക്കും അവർ സംരക്ഷിക്കുക. വജഅൽതു കവ്വല നബീന ഖൽഖൻ, നിങ്ങളെ നാം പ്രവാചകന്മാരിൽ നിന്ന് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാക്കിയിരിക്കുന്നു. അതായത് കണക്കാക്കുന്ന അള്ളാഹു തആല ആദ്യം സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിനെയാണല്ലോ. എന്നാൽ വാഹിറുഹും ബാസൻ, നിങ്ങളെ നിയോഗിക്കുന്നതോ ഈ ഉമ്മത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും. വജഅൽതു കവ്വല മൻ യഖ്ലീലഹും യൗമിൽ ഖിയാമത്തി വഅതൈതുക ഖവാതീമ സൂറത്തുൽ ബഖറത്തി മിൻ കൻസിൻ തഹത്തൽ അർശി, നിങ്ങൾക്ക് സൂറത്തുൽ ബഖറയുടെ അവസാനമാകുന്ന ആമന റസൂലുയുടെ അവസാനം നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകന് നാം അത് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ വഅതൈതുക അൽ കൗസറ വഅതൈതുക സമാനിയത അസ്ഹുമുൽ ഇസ്ലാം, അൽ കൗസർ എന്ന് പറയുന്നതായിരിക്കുന്ന ഹൗലുൽ കൗസർ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് 8 കാര്യങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്, മുമ്പ് മറ്റുള്ളവർക്ക് നൽകാതെ. ഒന്ന് 8 ഓഹരികൾ: ഇസ്ലാം, ഹിജ്റ, ജിഹാദ്, സദക്ക, സലാത്ത്, സൗമ്, റമദാൻ, അംറു ബിൽ മഅറൂഫ്, നഹ്യു അനിൽ മുൻകർ തുടങ്ങിയതായിരിക്കും 8 കാര്യം. വജഅൽതുക ഫാത്തിഹൻ ലിക്കുല്ലി ഖൈർ, എല്ലാ നന്മയും തുറക്കുന്ന വ്യക്തിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വഖാത്തിമുൽ അംബിയായി, അംബിയാ മുർസലുകൾക്ക് ഖാത്തിമാക്കിയിട്ട്. വഅതൈതുക ലിവാൽ ഹംദി വാദമു അമൻ ദൂനഹു തഹത്ത ലിവായിക്ക, നിങ്ങൾക്ക് ലിവാൽ ഹംദ് എന്നുള്ള പതാക നാം നൽകിയത്. ആദനബി മുതൽ മറ്റെല്ലാ പ്രവാചകന്മാരും നിങ്ങളുടെ കീഴിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? 50 വക്ത് നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് ഫറലാക്കി. ബാക്കിയൊക്കെ നമുക്കറിയാം. ഈ 50 നേരത്തെ നിസ്കാരം ഫറലാക്കി തിരിച്ചു വരുമ്പോൾ ആരെ കണ്ടു? മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ട്. എന്തൊക്കെ തന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 50 നേരമാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഉമ്മത്തിന് അത് സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ തിരിച്ചു പോകണം, നിർബന്ധമായും തിരിച്ചു പോകണം, അള്ളാഹുവിനോട് ലഘൂകരിച്ച് തരാൻ വേണ്ടി പറയണം. അങ്ങനെ ഒരിക്കൽ പോയി, അങ്ങനെ കുറച്ച് ചുരുക്കി, വീണ്ടും അങ്ങനെ 4-5 പ്രാവശ്യം 4 പ്രാവശ്യത്തോളം വീണ്ടും പോയി. അവസാനം ഏതിൽ നിർത്തി? 4 പിന്നെ 40 5 45. പിന്നീട് അള്ളാഹു പറഞ്ഞു, ഇനി ഞാൻ പോകില്ല, എനിക്ക് ലജ്ജ വരുന്നു, ഇനി ഞാൻ തിരിച്ചു പോയിട്ട് പിന്നെ ലഘൂകരിക്കാൻ ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജ തോന്നുന്നു മൂസാ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാലഹുന്ന 5 സലവാത്തുൻ കുല്ലു യൗമിൻ വ ലൈല ഫിഅലൻ കുല്ലു സലാത്തിൻ ഫിഹിന്ന ബിഅശറത്തിൻ, ഓരോ നിസ്കാരവും 10 നിസ്കാരത്തിന്റെ സ്ഥാനത്താകുന്നു. ഫത്തിൽക്ക് 50, അങ്ങനെ അത് 5ആണ്. അപ്പം എന്തായി? 5 നേരത്തെ നിസ്കാരം 50 നേരത്തുള്ള നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള അത്രയും ശ്രേഷ്ഠതയുള്ള 5 നേരത്തെ നിസ്കാരം നാം നിങ്ങൾക്ക് ഫർലാക്കിയിരിക്കുന്നു. ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇനി എന്റെ വാക്കിനിക്ക് മാറ്റമൊന്നുമില്ല. 50 തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് തന്ന 5 എന്തിന്റെ സ്ഥാനത്തുള്ളതാണ്? 50ന്റെ സ്ഥാനത്തുള്ളതാണ്. വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കതബ്തു ലഹു ഹസനത്തൻ, അള്ളാഹു പറഞ്ഞ വേറൊരു ഓഫറും കൂടിയാണിത്. എന്താ? ശരിക്കും കേൾക്കേണ്ട ഓഫറാണ്. നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതിയാൽ, മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമല, ഒരു നന്മ ചെയ്യണമെന്ന് ഒരാൾ മനസ്സിൽ കണ്ടു, പക്ഷെ ആളത് ചെയ്തിട്ടില്ല. ആൾ മനസ്സിൽ എന്തിട്ടുണ്ട്? അങ്ങനെ നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു കരുത്തായൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും അങ്ങനെ കരുതിയാൽ തന്നെ കതബ്തു ലഹു ഹസനത്തൻ, ഞാൻ അവനക്ക് ഒരു ഗുണത്തെ ഞാൻ അവനക്ക് കണക്കാക്കി കഴിഞ്ഞു. കണ്ടോ? നന്മ കരുതിയാൽ തന്നെ കൂലിയാണ്. വറഗ്ബത്തും ഫിൽ ഖൈരി ഖൈറും ഫഅമൽ ബിർരി യസീനു വൽഖസ് മാ ലം യുഖൽ, ല്ലേ? അൽഫിയത്ത് ഇബ്നു മാലിക് പറഞ്ഞിട്ടില്ലേ? വറഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ റഗ്ബത്ത് ചെയ്യുക, ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ അത് ഖൈറാണ്. അത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് എന്താണ്? ഒരു മനുഷ്യൻ ഒരു ഹസനത്ത് ചെയ്യാൻ കരുതിയാൽ തന്നെ ഫലം യാമല്ല, അവനത് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ അവനക്ക് ഒരു ഗുണം, ഒരു ഹസനത്ത് അവനെ കണക്കാക്കിയിരിക്കുന്നു. ഫൈൻ അമൽഹ കതബത്തുൽ അശ്റുൻ, അവൻ ചെയ്താലോ 10 കൂലി അവനക്ക് എന്ത് ചെയ്യുന്നതാണ്? അവനക്ക് ഞാൻ കണക്കാക്കിയിരിക്കുന്നു. ഒമൻ ഹമ്മ ബി സയ്യത്തിന്, അത് 10 70 ആവും, 70,000 വരെ പോകുന്നുണ്ട്. അവൻ ഹമ്മ ബി സയ്യത്തിന് ഫലം യാമൽഹ, ഒരാൾ ഒരു ചീത്ത കാര്യം ചെയ്യാൻ കരുതി, പക്ഷേ ആളത് ചെയ്തിട്ടില്ല, ചീത്ത ചെയ്യാൻ വേണ്ടി കരുതിയിട്ടുള്ളൂ. എന്നാൽ അല്ലം യുക്തബ് അലൈഹി, ഞാൻ അതിന്റെ പേരിൽ അവനക്ക് ഒരു പിന്നെ ഒരു ദോഷം ഞാൻ കണക്കാക്കി എഴുതൂല എന്നുള്ള. അപ്പൊ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഒരു നന്മ അള്ളാഹു തആല അവിടെ കണക്കാക്കും. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച അവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല? അള്ളാഹു തആല തിന്മ കരുതിയതിനുള്ള ഒരു ദോഷം അള്ളാഹു തആല അവിടെ കണക്കാക്കൂല. അവൻ അതിന്റെ പേരിൽ
തിന്മ ചെയ്യാൻ കരുതിയതിൻ്റെ പേരിൽ അവനക്ക് അള്ളാഹു തആല ഒരു ദോഷം അവിടെ കണക്കാക്കി എഴുതുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഫൈൻ അമല, ഒരാൾ തിന്മ ചെയ്യാൻ കരുതുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ കുത്തിബത്ത് സയ്യത്തും, ഒരു തിന്മ ചെയ്തതായിട്ട് അവനക്ക് കണക്കാക്കപ്പെടും. ഫനസല സല്ലല്ലാഹു അലൈഹി വസല്ലം വനസല ഇലൽ മക്കാനല്ലദീ കാന നായിമൻ. അതാ അങ്ങനെ ഇതൊക്കെ ഈ ഓർഡറുകളും ഓഫറുകളും ഈ നല്ല വിരുന്നൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ 50 നേരത്തുള്ള 5 ആക്കി ചുരുക്കി കിട്ടി. മാത്രമല്ല, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനക്ക് നന്മ കണക്കാക്കും, തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഞാൻ എഴുതൂല തുടങ്ങിയതായിരിക്കുന്ന പല ഓഫറുകളും വളരെ വിലപ്പെട്ട നിധികളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇറങ്ങി വരുന്നു. ഇലൽ മക്കാനില്ലദീ കാന നായിമൻ, താൻ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് അതാ വീണ്ടും തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പറഞ്ഞല്ലോ, വലം യബ്രുദു മക്കാനു, അവിടുത്തെ ആ സ്ഥലം മിൻ ഹറാറത്തി ജംബി, അവിടെ നിരുന്ന ആ ചൂട് വിട്ടുപോയിരുന്നില്ല. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. ഹിജറല്ല, ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ചുരുങ്ങിയ രൂപത്തിലുള്ള. ഇനി ഒരുപാട് ഹദീസുകളിലൊക്കെ വിശദമായ നിലക്ക് പല സ്ഥലങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. അതൊക്കെ കൂടി വിശദീകരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സമയങ്ങൾ തന്നെ ഒരു ദിവസമൊന്നും മതിയാവില്ല. അത്രമാത്രമുണ്ട് വിഷയങ്ങളൊക്കെ പരത്തി പറയാനുണ്ടെങ്കിൽ. വളരെ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവാചകരുടെ യഥാർത്ഥ ഉമ്മത്തികളായി ജീവിച്ച് ആ പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയൊക്കെ പൊരുത്തം കരസ്ഥമാക്കി ഇവിടെ വെച്ചുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇജ്അൽനാ മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മാ സഅലക ബിഹി നബിയുക വഹബീബുക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഅഊദു ബിക മിമ്മ ഇസ്തആദക മിൻഹു നബിയുക വഹബീബുക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا زدنا علما وحلما وفهما وأدبا وعقلا وحفظا تاما رب تمام بالخير والسعادة إنك على كل شيء قدير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ് ആമി മോളുടെ കണ്ണിൽ കമ്പ് കൊണ്ട് ചെറിയ പോറൽ. അവൾ പറയുന്നു, ഉമ്മ കീശേരി ഉസ്താദിനോട് പറഞ്ഞാൽ മതി, ഉസ്താദ് ദുആ ചെയ്യും. ബൈലക്സ് ഇപ്പോൾ വേഗം മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യം കൊടുക്കട്ടെ. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കണ്ണിലെന്തോ ഒരു കൊമ്പ് കൊണ്ടിട്ട് വേദന ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. യാതൊരു പ്രയാസവും ഭാവിയിൽ കാഴ്ചക്കോ മറ്റോ ഒന്നും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ കണ്ട് പൂർണ്ണമായ കാഴ്ചയോടുകൂടി തന്നെ അവർക്ക് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഒരു വിഷമവും പ്രയാസവും അല്ലാഹു തആല നമുക്കും നമ്മുടെ കുട്ടികൾക്കും അവർക്കൊന്നും അല്ലാഹു നൽകാതിരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു ഉസ്താദുമാരൊക്കെ വരുമ്പോൾ ഇവിടെ പ്രത്യേകമായ ദുആ നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും അറിയിക്കുക. എൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ ദുആയിലൊക്കെ കൂട്ടുക എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ വളരെ വിശദമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളായ ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ആ വിവരണം അൽഹംദുലില്ലാഹ് എന്താണ് അല്ലാഹു തആല ഉസ്താദ് മുഖേന നമുക്ക് കൂടുതൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞു. അർഹമായ പ്രതിഫലം അല്ലാഹു തആല ഉസ്താദിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആഫിയത്തും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകി അല്ലാഹു തആല നമ്മെ നമ്മുടെ എല്ലാ ഉസ്താദുമാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി
നമ്മുടെ ക്ലാസ് റൂമിൽ സാധാരണ നടന്നു വരാറുള്ളത് ഖുർആൻ ക്ലാസ് ആണ്. അല്പനേരം ഇതുമായിട്ട് ബന്ധപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു. സമയം വളരെ കുറവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والأخذ بالتجويد حتم لازم من لم يجوid القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. ഖുർആൻ പാരായണം വളരെ മഹത്തായ ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനും അത് മുഖേന ഇരുലോകത്തും വിജയിക്കാനും അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് റൂം മുഖാന്തരം കുറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായ സമയങ്ങളിൽ ഖുർആനെ സംബന്ധിച്ചുള്ള അതിന്റെ പ്രാധാന്യങ്ങളും നമ്മൾ ഖുർആൻ ഓതിയാലുണ്ടാകുന്ന അതിന്റെ മഹത്വങ്ങളും മറ്റും നമ്മൾ ഒരുപാട് കേട്ടതാണ്. പലവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് തജ്വീദുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ അതിന്റെ പാരായണ ശാസ്ത്രം അനുസരിച്ച് ഓതണം എന്നൊരു വലിയൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അതില്ലാതെ ഖുർആൻ ഓതിയാൽ നമ്മുടെ പാരായണം സഹിയാവുകയില്ല എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവരിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകളും സിഫാത്തുകളും മറ്റും നാം കേട്ടറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടാൻ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പല കാര്യങ്ങൾ ചോദിച്ചറിയുന്ന വിഷയത്തിൽ നാം ഒരിക്കലും മടി കാണിക്കരുതെന്ന് നിർബന്ധം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ചില റസ്മിയായ കാര്യങ്ങളെ സംബന്ധിച്ചും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റസ്മു അഥവാ അടയാളങ്ങൾ, അത് ഖുർആനിൽ കൊടുത്തിരിക്കുന്നത് തെറ്റുകൂടാതെ ഖുർആൻ ഓതണം. അതിന് നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെയാണ് മഹാത്മാക്കൾ അവ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൂട്ടി തന്നിട്ടുള്ളത്. ഒരു വേള നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ വക കാര്യങ്ങൾ എഴുതി രൂപപ്പെടുത്തി നമുക്ക് കാണിച്ചു തരുമ്പോൾ അതെങ്കിലും മനസ്സിലാക്കി നമ്മുടെ നന്നാക്കാൻ അതിന് ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയിരുന്നു. അഥവാ അലിഫിനെ സംബന്ധിച്ചായിരുന്നു എന്ന് നാം പറഞ്ഞിരുന്നത്. 7 തരം അലിഫുകളെ സംബന്ധിച്ച് ആ അലിഫുകളിൽ കാണുന്ന അതിന്റെ പ്രത്യേകമായ ചിഹ്നങ്ങൾ അഥവാ സൂചനകൾ മനസ്സിലാക്കി വിലയിരുത്തുകയും അതനുസരിച്ച് അവിടെ ഖിറാഅത്ത് നടത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഓതുക എന്ന ഒരു സിദ്ധാന്തം
ഗ്രന്ഥം മാത്രം കൈവശപ്പെടുത്തിയാൽ യാ മുഹമ്മദ് നമ്മുടെ എന്നുണ്ടല്ലോ. ഖിറാഅത്ത് അബദ്ധത്തിലായി പോകും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില വിവാഹത്തിലുണ്ടായിരിക്കും, ചില റിപ്പാർട്ടിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അവര് അത് മാത്രമല്ല യാ മുഹമ്മദ് ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ വെല്ലുവിളിക്ക് നടത്തിയിരുന്നു. പക്ഷെ അത് ഉണ്ട് എന്നുള്ളത് പിന്നീട് വേറൊരു സ്ഥാനം തെളിയിച്ചിട്ടുണ്ട്. ആ ഇകാരത്തിന്റെ ശബ്ദത്തിൽ നീട്ടാൻ നാം സുക്കൂനുള്ള യായിനെ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. യാ എന്ന അക്ഷരം അതിന്റെ 2 മഖ്റജുകളുണ്ട്, നമുക്കറിയാം. ഒന്ന് ഹുറൂഫുൽ ജൗഫിയ എന്ന സ്ഥലത്ത് മുത്തിന്റെ അഥവാ മദ്ദക്ഷരത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. മറ്റൊന്ന് അക്ഷരങ്ങളുടെ കൂട്ടത്തിലും ഹുറൂഫ് ഷജരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൂട്ടത്തിൽ അവിടെയും എണ്ണിയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഷജരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്, അഥവാ നാവിന്റെ മധ്യഭാഗം നേരിടുന്ന പറ്റുന്ന ഒരു അക്ഷരമാണ് യാ. അങ്ങനെ പല അക്ഷരങ്ങളും ഉണ്ടാവും. യാ അതിനെ ഈ എന്ന് പറയാൻ ശ്രമിച്ചാൽ പലരും ഈ എന്ന് അഥവാ ഹംസിൽ കസർ കൊടുത്തുകൊണ്ട് ഈ എന്ന് പറയുന്ന അവസ്ഥയാണ് മിക്കപ്പോഴും സയ്യായിട്ട് വന്നിട്ടുണ്ട്. സയ്യായി വന്നിട്ട് ചില ആളുകൾക്ക് ഇവര് ഓരോരുത്തരും പറഞ്ഞ കണക്കാണ്. ഓരോരുത്തർ ഓരോ റാവികളെ നോക്കിയിട്ട് ചിലപ്പോ ഓരോ ദൃഷ്ടിയിൽ ലൈഫായിരിക്കും. പക്ഷെ വേറെ പരമ്പരയോട് മറ്റൊന്ന് മതിയായ, മറ്റൊന്ന് ഈ നക്ഷരമായിട്ട് വരുന്ന ഇങ്ങനെ 3 രൂപത്തിൽ മനസ്സിലാക്കണം. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, കസറുള്ള അക്ഷരത്തിന് ശേഷം യാ സുക്കൂനായിട്ട് വന്നാൽ അവിടെ മദ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വീകാര്യാണെന്നുള്ളതാണ് അതിന്റെ അതൊക്കെ ഓരോ ഈ അൽബാനിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. അൽബാനി അതൊക്കെ അയാള് പറഞ്ഞത് ഇങ്ങനെ ഉറപ്പല്ലേ. മുസ്ലിമിന്റെ ഹദീസിൽ ഉണ്ട് കേട്ടാ പിന്നെ അത് അതുപോലെ മുമ്പ് ഇവിടെ ഈ ആലുവ സംവാദത്തിൽ പോലെ അങ്ങനെ കുടുങ്ങിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചാൽ നോക്കിയിന്. അത് ഇവിടെ പേരോട് ഉസ്താദിന്റെ CD തന്നെ ഇടാന്നുണ്ടായി തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തരാം. ഞാൻ മുമ്പ് CD ഇടാന്ന് കണ്ടതാണ്. CD തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് കിതാബില്. ഞാൻ കിട്ടിക്ക് തരാം. ഞാൻ എവിടെ ഉസ്താദിന് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ
എന്നുള്ളത് സൂറത്ത് യൂനുസിലെ 83-ാമത്തെ ആയത്തിലാണ്. അത് ഞാൻ 83-ാമത്തെ അല്ല 50 5-3 8-3 അറിയിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത്. വമല ഇഹിം എന്ന ആ പദം അത് മാത്രം ശ്രദ്ധിക്കാം. അവിടെ ഹംസിന് ശേഷം യാ കാണുന്നു. അവിടെ കാണുന്ന യാ, ആ യായിലുള്ള സുക്കൂൻ, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ചില പദങ്ങളിൽ കാണുന്ന സുക്കൂൻ, അതെ മാഷാ അല്ലാഹ്, അത് അവിടെ ഒന്നല്ലോ. കുറച്ച് വിട്ടേക്ക്, ആ പദം മാത്രം എഴുതിയാലും മതി, ആ പദം മാത്രം എഴുതിയാലും മതി. അതെ, വമല ഇഹിം. അപ്പൊ ആ എഴുത്ത് തെറ്റാണ്. വമല ഇഹിം എഴുതിയപ്പോഴേ ആ എഴുത്ത് തെറ്റ കഥ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വമല ഇഹിം ആ എഴുത്ത് ഇതാണ് നമ്മൾ പറയും പോലെ ഇപ്പൊ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ എഴുതാം, പക്ഷെ അത് ഖുർആനിൽ നിനക്ക് എന്താക്കാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആ യാ കാണിച്ചുകൊണ്ട് തന്നെ എഴുതണം. അവിടെ യാ കാണുന്നുണ്ടോ? അപ്പൊ അവിടെ എഴുതേണ്ടത് വമല മല എന്നാണ്. അപ്പൊ ഹംസാണ് ശരിക്ക്, അലിഫിലുള്ള ഹംസ് ആണ് എഴുതേണ്ടത്. വമല മല എന്നുള്ള ആ മീം ലാം അലിഫ് അതാണ്. അപ്പൊ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അതിന് കസർ കൊണ്ട് ശേഷം എന്ത് ചെയ്യണം, അപ്പൊ അതിനകത്ത് ചേർക്കാത്ത രൂപത്തിൽ യാമിലേക്ക് ഹംസിന്റെ യാന്റെ രൂപത്തിലുള്ള ഹംസ് ഉണ്ടല്ലോ, അത് ചേരാത്ത രൂപത്തിൽ മല എന്ന് എഴുതിയ ശേഷം പിന്നെ യാ ഹാ മീം ഇങ്ങനെ എഴുതണം. അപ്പൊ മല ഈനും എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അത് ഖുർആനിൽ തന്നെ നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് പറയുന്നത് പിന്നെ ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്റും തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു സ്വാദിന്റെ രൂപം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കാഴ്ച, ആ ഒരു ചിഹ്നം കൊണ്ട് നമുക്ക് എപ്പോഴും എവിടെയും വന്നാൽ ആ ഹംസിന്റെ മേലെ കാണുന്ന ആ രൂപത്തിലുള്ള ഹംസ വന്നാൽ അത് ഹംസത്തുൽ വസ്ലാണെന്ന് മനസ്സിലാക്കുകയും ആ പദത്തെ മറ്റൊന്നിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ആ ഹംസ ഉണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അത് മുഖേന ഉണ്ടായിത്തീരുന്നു. അതുപോലെ ശേഷമുള്ള നമ്മൾ അതിന്റെ ചെറിയൊരു സൂചന പറയട്ടെ. നമ്മൾക്കറിയുന്ന ഒരു അക്ഷരമാണല്ലോ ഹ. ഹ എന്ന അക്ഷരം നമുക്ക് അറിയുന്ന ഒരു അക്ഷരമാണ്. ഇപ്പൊ സ്വാദിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോ സ്വാദ്, അപ്പൊ സ്വാദിന്റെ അല്പഭാഗം എടുത്തിട്ടാണ് ഈ വസുൽ എന്നറിയിക്കാൻ വേണ്ടി ഇതാക്കിയിട്ടുള്ളത്. ഈ ഹംസത്തുൽ വസുല എന്നറിയിക്കാൻ വേണ്ടി ഹംസിന്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴും ഹംസിന്റെ മേലെ മാത്രമേ വരികയുള്ളൂ. അത് ഹംസിന് മാത്രമേ വരൂ. അതൊക്കെ അതിന്റെ പ്രത്യേകത, ഹംസിന് മാത്രമേ വരികയുള്ളൂ. ഇനി പറയുന്ന ചില സുക്കൂനുകൾ, ആ സുക്കൂൻ നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, സാധാരണയിൽ നമ്മൾ അറബിയിൽ ഹംസ എന്നെഴുതുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു പൂജ്യം കാണാനോ, ഏകദേശം ഹംസയുടെ ഒരു 5 അറബിയിൽ എഴുതുമല്ലോ, അതിന്റെ രൂപം. പിന്നെ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ രൂപത്തിൽ, അഥവാ അല്പം ദൈർഘ്യമുള്ള ഒരു സുക്കൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഭാഗവും മേലോട്ടും താഴോട്ടുള്ള ഭാഗം ഒരു ദിശയിലേക്ക് മാത്രം, അഥവാ പൂർണ്ണ വൃത്തമല്ലാത്ത രൂപത്തിൽ കാണും. രണ്ട് ദിശയിലേക്ക് മേലോട്ടും താഴോട്ടും അല്പം നീണ്ടുകൊണ്ടുള്ള രൂപത്തിൽ കാണുന്ന സുക്കൂന് ഖുർആനിൽ കാണാം. ആ സുക്കൂനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത്. ഉദാഹരണത്തിന് ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം കാണുന്ന
ഒരു ലഫ്ലാണ് ഇത് അന എന്നുള്ളത്. അതുപോലെ സൂറത്തുൽ കാഫിറിൽ കാണുന്ന ലാക്കിന്നായി, അതുപോലെ സൂറത്തുൽ ഇൻസാൻ അതിൽ കാണുന്ന മവാരീറ എന്ന പദം. അങ്ങനെ 7ഓളം സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം കാണുന്ന അലിഫിൽ കാണുന്ന ആ അലിഫിന്റെ മേലെ ഇങ്ങനെയുള്ള ഒരു ചിഹ്നമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓവൽ ഷേപ്പ് പോലെ അല്ലേ? അതെ. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സുക്കൂന് കണ്ടാൽ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ അലിഫിനെ ഉപയോഗിക്കണമെന്നും, വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ അവിടെ അലിഫിനെ പരിഗണിക്കേണ്ടതില്ല എന്നുമാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഈ ഷേപ്പിലുള്ള, അഥവാ ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞു അല്ലെ, ആ രൂപത്തിലുള്ള രണ്ട് ഭാഗത്തിലേക്കും മേലേട്ടും താഴോട്ടും നീണ്ടു കിടക്കുന്ന രൂപത്തിലുള്ള, അഥവാ പൂർണ്ണവൃത്തമല്ലാത്ത രൂപത്തിലുള്ള സുക്കൂന് കണ്ടാൽ അവിടെ നാം ഉദ്ദേശിക്കേണ്ടത്, ഇതൊന്നും നമുക്ക് എവിടെയും ഇങ്ങനെ എഴുതി വെച്ച്, ഇങ്ങനെ ഖുർആൻ കാണുന്ന ഭാഗത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അബദ്ധം സംഭവിക്കാൻ വകുപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. സൂറത്തുൽ കാഫിറൂൻ എടുത്ത് നോക്കാം. അത് നമുക്ക് അതിൽ കാണാം വല അന എന്ന്. അപ്പോ വല അന എന്ന് എപ്പോൾ വായിക്കാം? അവിടെ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വായിക്കാം, അല്ലാതെ വല അൻ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വല അന വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്യുന്നില്ല എങ്കിൽ ചേർത്തി വായിച്ചു പോവുകയാണെങ്കിലോ വല അന ആബിദും മാ അബദ്തും എന്ന രൂപത്തിൽ, വല അന ആബിദും മാ അബദ്തും വല അന ആബിദും മാ അബദ്തും. അതെ, ഇവിടെ ജസ്റ്റ് വന്നിതാണ്. അപ്പോ അന എന്ന് എഴുതിയ ശേഷം കണ്ടില്ലേ അന. അപ്പൊ അതിനുശേഷം അലിഫുണ്ട്. അത് അതേപോലെ തന്നെ ഇത് ഇനി കുറച്ചു നേരം എടുക്കുന്ന വല ലാമിന് ശേഷം അലിഫുണ്ട്. അന എന്ന് പറഞ്ഞാൽ നൂനിന് ശേഷം അലിഫുണ്ട്. പക്ഷെ ആ രണ്ട് അലിഫും ഇതെല്ലാം ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വല എന്നുള്ള സ്ഥലത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വഖഫ് ചെയ്താലും വഖഫ് ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും നീട്ടേണ്ടതാണ്. വല അന ആബിദും മാ അബദ്തും. ഇനി അവിടെ വല എന്ന് നിർത്തുക. അപ്പൊ നിർത്തിയാലും നിർത്തിയിട്ടില്ലെങ്കിലും ആ അലിഫ് എപ്പോഴും കാണണം. എന്നാൽ മറിച്ച് ആ വലാന് ശേഷം കാണുന്ന അന എന്ന പദത്തിലുള്ള, നോക്കൂ, അവിടെ ഒരു അലിഫ് കാണാം. പക്ഷെ ആ അലിഫ് എന്താണ്? അതിന്റെ മേലെ ലാമിൽ കണ്ട അലിഫ് പോലെയല്ല. നൂനിന് ശേഷം കാണുന്ന അലിഫിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക ഷേപ്പിലുള്ള ഒരു അലിഫ് കാണുന്നുണ്ട്, അല്ല ഒരു സുക്കൂന് കാണുന്നുണ്ട്. ആ സുക്കൂൻ എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഖിറാഅത്തിൽ കാണണം, തിലാവത്തിൽ ഉണ്ടാവണം. നിർത്തുന്നില്ലെങ്കിൽ അതിനെ പരിഗണിക്കേണ്ടതില്ല. അപ്പൊ ഇവിടെ എന്നാണ് ഇങ്ങനെ ഓതി വരുമ്പോൾ നമ്മൾ അവിടെ വല അന എന്ന സ്ഥലത്ത് നിർത്തുമ്പോൾ എങ്ങനെ ആ രൂപത്തിലാണ് എന്താക്കുന്നത്? ചേർത്ത് ചോദ്യമാണെങ്കിൽ അപ്പൊ ഒരു സുക്കൂനെ സംബന്ധിച്ച് മനസ്സിലായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹ എന്ന അക്ഷരം, അതിന്റെ മേൽഭാഗത്തുള്ള ഭാഗം, അഥവാ ഹായിന്റെ പകുതി കുറച്ച് ഭാഗം, ഇങ്ങനെ ഒരു സുക്കൂന് കാണാം. ഇങ്ങനെ ഒരു സുക്കൂന് അത് എപ്പോഴും എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും ഉപയോഗിക്കും. അപ്പോ അൽഹംദു ഇവിടെ നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ സുക്കൂനുള്ള അക്ഷരങ്ങൾക്കെല്ലാം എന്താ കാണുക? ഈ രൂപത്തിലുള്ള സുക്കൂന കാണുക. ഉദാഹരണത്തിന് അൽഹംദു എന്ന് പറയുമ്പോൾ നമ്മുടെ സുക്കൂനുള്ള എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ട്? അൽഹംദു എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള എത്ര അക്ഷരം വരുന്നുണ്ട് ആ പദത്തിൽ? അല്ല, ഇതില് രണ്ട് വരുന്നുണ്ട്. ആ രണ്ട് അക്ഷരം അഥവാ
എന്ന് പറഞ്ഞാൽ അൽ അവിടെയും അങ്ങനെ വരുന്നുണ്ട്. ആലമീൻ എന്ന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ പുതുതാവുന്ന ആരിലായ സുക്കൂൻ ആയതുകൊണ്ട് സുക്കൂൻ അവിടെ കാണില്ല. അത് വഖഫിൽ മാത്രം ഉണ്ടാവുന്ന ഒരു സുക്കൂനാണ്. ഉദാഹരണത്തിന് നമ്മളോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അത് എഴുതാൻ പറഞ്ഞാൽ അൽ ആലമീന എന്നാണ് അവിടെ ഉണ്ടാവേണ്ടത്. റബ്ബിൽ ആലമീന എന്ന് തന്നെ നാം ഖുർആൻ എഴുതുമ്പോൾ എഴുതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മള് ഖിറാഅത്ത് ചെയ്യുന്നു, ഓതുന്നു. പക്ഷെ അത് എഴുതേണ്ടത് റബ്ബിൽ ആലമീന എന്ന ഫത്ഹ് കൊടുത്തുകൊണ്ട്, നൂലിന് ഫത്ഹ് കൊടുത്തുകൊണ്ട് തന്നെ എഴുതണം. അപ്പൊ അതുപോലെ അർ-റഹ്മാൻ, അർ-റഹ്മാൻ അവിടെ റായിന് ശേഷം വരുന്ന ഹ എന്ന അക്ഷരം, ഹ അതിന് എന്ത് ചെയ്യുന്നു? സുക്കൂൻ കാണുന്നു. നമ്മളിപ്പം പറഞ്ഞ ഹായിന്റെ രൂപത്തിലുള്ള അതിന്റെ ഹായിന്റെ തലഭാഗം, അതാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ സുക്കൂൻ. അപ്പൊ ഇങ്ങനെ കാണുന്ന സുക്കൂൻ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കുന്നത് സുക്കൂനാണ്. അതാണ് നമ്മുടെ സുക്കൂൻ എന്ന പേരിൽ അക്ഷരങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അത് കൂട്ടി വായിക്കുക, അല്ലെങ്കിൽ ചേർത്ത് വായിക്കുക, അല്ലെങ്കിൽ നിർത്തുക എന്നുള്ള അവിടെ ഒരു മാനദണ്ഡം അവിടെ ഇല്ല. അത് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള